ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം. ഇതിൽ ബ്രഹ്മത്തെ പറ്റിയെല്ലാം ഉള്ളൊരു നിഗൂഢമായ രഹസ്യമാണ് പറയുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് കൃഷ്ണൻ പറയുന്നു, ഏതൊന്നിനെ കുറിച്ചാണോ അറിഞ്ഞാൽ പാപത്തിൽ മുക്തമാകുന്നുവോ, ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തമാകും. അപ്പൊ ആധുനിക സയൻസ് ഒന്നും അറിഞ്ഞത് കൊണ്ട് പാപത്തിൽ നിന്ന് മുക്തമാകാൻ പോകുന്നില്ല. അതായത് അപര സയൻസ് അറിഞ്ഞത് കൊണ്ട് പാപത്തിൽ നിന്ന് മുക്തമാകുന്നില്ല. നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴും അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പം പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ നേരം പിന്നെ വേറൊന്നിൻ്റെ പിന്നാലെ ഓടുന്നു. അങ്ങനെ നമ്മളെ ജീവിതം തന്നെ എപ്പോഴും ഓട്ടമാണ്. കാരണം നമ്മളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനാണ്. അപ്പം എങ്ങനെ ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ഞാനെന്ന ചിന്തയുണ്ടാക്കും. ഇത് നമ്മളിലൊരു ആഗ്രഹം ഉണ്ടാക്കും. ആഗ്രഹം തീരാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അന്നേരം കുറച്ച് സന്തോഷം കിട്ടുമെങ്കിലും അടുത്ത ജോലി ചെയ്യിപ്പിക്കാൻ അടുത്തൊരു ആഗ്രഹം ഉണ്ടാക്കും. ഇങ്ങനെ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. അപ്പം അതൃപ്തിയാണ്. ഏത് സമയം 99.9% അതൃപ്തിയാണ്. ഈ അതൃപ്തിയുള്ള അവസ്ഥക്കാണ് പാപം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സെപ്പോഴും ഒരു മനുഷ്യനും തൃപ്തരല്ല. തൃപ്തിയായി കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരമാണ്. അപ്പോൾ ഒരിക്കലും തൃപ്തിയാകുന്നില്ല. നമ്മളെ അതൃപ്തിയിൽ നിന്നാണ് നമ്മൾ പുതിയ ഇപ്പോൾ ഒരു കുറച്ച് പൈസ കിട്ടണം. നമ്മളിപ്പോൾ 1 കോടി കിട്ടിയെന്ന് വെച്ചോ, അപ്പം വലിയ സന്തോഷമായി. പക്ഷെ ആ കോടീശ്വരന് പിന്നെ അതിൽ തൃപ്തി പോരാ, അതിൻ്റെ അപ്പുറം എത്തണം. അതാ 10 കിട്ടിയതിൽ നിന്നെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അല്പം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമാണ് എപ്പോഴും സന്തോഷമായിരിക്കണം. അത് നടക്കുന്ന കാര്യമല്ല. മനുഷ്യനാണെങ്കിൽ കർമ്മം ചെയ്യാനാണ് ജനിപ്പിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യാനുള്ള അടിസ്ഥാന തത്വം നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കിയിട്ട് ആ ശക്തി വിശേഷം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാണ് പ്രപഞ്ചമായി മാറിയത്, നമ്മളായി മാറിയത്. ഇത് നമ്മളിലൂടെ കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ലോകം പുരോഗമിച്ച് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം 4 യുഗങ്ങളിലൂടെ. അതിന് ഒരു പ്ലാൻ അനുസരിച്ച് അങ്ങനെ പോവുകയാണ്. ഇത് സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരാഗ്രഹം ഉണ്ടാക്കും, നമ്മളതിൻ്റെ പിന്നാലെ പോയി നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുക. അത് അതിൻ്റെ തീരുമാനമാതിരി നടക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തൊന്നും ഉണ്ടാക്കും. ഈ സത്യം അറിയണം. ഈ സത്യം അറിയുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവും നമ്മളൊരു നാടകത്തിൽ മാതിരി അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്കിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഒരു റോളുമില്ല. ചെയ്തു കൊടുക്കുക. ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളതിൽ കുഷ്ഠരോഗിയാണെങ്കിൽ കുഷ്ഠരോഗിയായിട്ട് അങ്ങ് അഭിനയിക്കും. നമുക്ക് സങ്കടവും ദുഃഖമൊന്നുമില്ല. കാരണം നമ്മളത് ചെയ്യാൻ വിധിച്ചതാണ്. അതേപോലെ ഈ ജന്മത്തിൽ നമ്മളിലൂടെ അത് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കിയ ഇതിൻ്റെ പിന്നിലെല്ലാം ഈ പ്രപഞ്ചം ഏതാണോ പ്രപഞ്ചമായി മാറിയത് അതിൻ്റെ താല്പര്യമാണ് ഉള്ളത്. അതാണ് നമ്മളെല്ലാം എന്ന സത്യം മനസ്സിലാക്കിയാലേ പാപത്തിൽ നിന്ന് മുക്തമാവുകയുള്ളൂ. ആ ജ്ഞാനം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏതെന്നറിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ ആ അത് ഗൂഢമാണ്, ശാസ്ത്രീയമായ. അതാണ് ശരിയായ ശാസ്ത്രം. അതൊരു സയൻസാണ്. അത് അല്പം ചിന്തിക്കുന്നവർക്കറിയാം. പ്രപഞ്ചം എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടായതാണ്, ഒരു സുന്ദരമായ ലോകം. അത് ഏതിൽ നിന്നുണ്ടായി? ഏതോ ഒരു അജ്ഞാത ശക്തിയിൽ നിന്ന്. ആ ശക്തിക്ക് രൂപവും ഭാവമില്ല. അതാണ് ബ്രഹ്മം. അതിന് പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നി. അത് തന്നെ എല്ലാമായി മാറി
മനുഷ്യരിലൂടെ കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അത് മനുഷ്യരിലൊരു ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടിപ്പിക്കുന്നു. അങ്ങനെ കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഈ സത്യം, ഈ നിഗൂഢമായ രഹസ്യം ശാസ്ത്രീയം തന്നെയാണ്. ആ ശാസ്ത്രം ഞാൻ അസൂയയില്ലാതെ അർജുന നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് പറയുന്നു, ഈ ജ്ഞാനം വിദ്യകളിൽ ശ്രേഷ്ഠവും. ഈ ജ്ഞാനമാണ് ശരിയായ ശ്രേഷ്ഠമായ വിദ്യ. കാരണം ആ വിദ്യ അതറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നിസ്സാരമാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. മറ്റേതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കർമ്മത്തിൽ നമ്മൾ ഈ ഇതെല്ലാം എന്തായിരിക്കും നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. അപ്പം ഈ ജ്ഞാനം വിദ്യകളിൽ ശ്രേഷ്ഠവും രഹസ്യങ്ങളിൽ ശ്രേഷ്ഠവും. രഹസ്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതിൽ ശ്രേഷ്ഠമാണ്. കാരണം അതുകൊണ്ടാണ് ശാസ്ത്രലോകം ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായതെന്ന് അന്വേഷിച്ച് പോയിട്ട് അവസാനം ശാസ്ത്രജ്ഞന്മാരെന്താക്കി? തോറ്റ് പിന്മാറി. കാരണം ഇതുവരെ കണ്ടെത്തിയതൊന്നുമല്ല. അതെല്ലാം അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഇതുവരെ കണ്ടെത്തിയെല്ലാം മണ്ടത്തരമായിട്ട് തോന്നുകയാണ്. കാരണം നമ്മൾ പ്രയോഗിച്ചതും അടിസ്ഥാന തത്വമൊന്നുമല്ല. അതിൻ്റെ അപ്പുറം ഇലക്ട്രോണും പ്രോട്ടോണും കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ശാസ്ത്രം ഒന്നുമല്ല. അത് വെറും മണ്ടത്തരമായിട്ട് തോന്നിപ്പോവുകയാണ്. അതാണ് അവർ അവിടെ നിർത്തിയിട്ട് പോയത്. രഹസ്യങ്ങളിൽ ശ്രേഷ്ഠവും ഉത്തമവും പ്രത്യക്ഷമായതും. അത് ശരിയായൊരു സയൻസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ധർമ്മത്തിനൊത്തതും. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എല്ലാം ചെയ്യിക്കുന്നത്. യഥാർത്ഥ ധർമ്മം അതാണ്. അതിനൊരു ലക്ഷ്യമുണ്ട്, അത് ചെയ്യിപ്പിക്കുന്നു. ആ സത്യം മനസ്സിലാക്കണം. എളുപ്പത്തിൽ ആചരിക്കാവുന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കാനും ആചരിക്കാനും പറ്റും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആചരിക്കുന്നതിന് അതിൻ്റെ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. അതിന് വേറെ ചിലവൊന്നുമില്ല. നമ്മളാ സത്യം ഉൾക്കൊണ്ടാൽ മതി. അതാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ 3 എന്ത് പറയുന്നു? ഈ ധർമ്മത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യർ, ഈ സത്യം മനസ്സിലാക്കാത്ത മനുഷ്യർ എന്നെ പ്രാപിക്കാതെ ജനന മരണത്തിൽ പെടുന്നു. നമ്മളെ ജനിപ്പിക്കുന്നതിനാണ് കർമ്മം ജയിക്കാൻ. കർമ്മം എങ്ങനെയാണ് ജയിക്കുന്നത്? നമ്മൾ ഞാനെന്ന ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കി ജയിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് കുറേ ജന്മങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. കാരണം ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ട് അവസാനം കലിയുഗത്തിൻ്റെ അവസാനത്തെ സുന്ദരമായ ലോകം ഉണ്ടാകുന്നത് വരെ മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്കെല്ലാം കർമ്മമുണ്ട്. അവർക്ക് ഈ തത്വം മനസ്സിലാക്കാൻ പറ്റില്ല. അവരെപ്പോഴും ഞാൻ എന്ന ചിന്ത ഉപയോഗിച്ച് ഓരോ ആഗ്രഹം വെച്ചിട്ട് അങ്ങനെ കർമ്മം ചെയ്ത് പോകും. മരിക്കും, പിന്നെയും ജനിക്കും, പിന്നെയും മരിക്കും. പക്ഷെ ആർക്കാണിത് മനസ്സിലാവുക? അവൻ്റെ കർമ്മം തീർന്നവന്. അതായത് ഈ ജന്മത്തിലും ഇനിയുള്ള ജന്മത്തിലും ഒരു കർമ്മങ്ങളും ഇല്ലെങ്കിൽ അവനിൽ ഞാനെന്ന ചിന്ത ഉണ്ടാകേണ്ട ആവശ്യമില്ല. അവനിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. കാരണം അതാണ് ആഗ്രഹം ഉണ്ടാക്കുന്നത്. ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹമില്ലാതെയാകും. നമ്മളെ മനസ്സ് കാമാകും. നമുക്ക് വിരക്തി വരും. ഈ ലോകത്തോട് തന്നെ വിരക്തി വരും. അങ്ങനെ ആ ബ്രഹ്മം തന്നെ ഞാനെന്നത് ഇല്ലാതാവും. ഞാനും ആ ബ്രഹ്മവും മനസ്സും ഒന്നായി മാറും. അവർക്ക് മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരമുള്ളൂ. അല്ലാത്തവരെല്ലാം ഞാനെന്ന ചിന്ത വെച്ച് ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി നടന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ആത്മീയത എന്നത്, ബ്രഹ്മസാക്ഷാത്കാരം എന്നത് ആഗ്രഹം തീർന്നവന്, വിരക്തി വന്നവന് മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഒന്നോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരും. കാരണം ആ തോന്നാതെ അവസ്ഥ ഉണ്ടാക്കുന്ന ആ ശക്തിയാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല. ഇനി 4-ാമത്തേത്, അവ്യക്ത സ്വരൂപമായ എന്നിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു.
ആ അവ്യക്തരൂപമായ സംഗതിയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച്. എന്നിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കൃഷ്ണൻ സംസാരിക്കുന്നത് ആ ബ്രഹ്മത്തിൻ്റെ രൂപത്തിലാണ്, അല്ലാതെ മറ്റേ പുരാണ കഥകളിൽ അവസാനം ആ ഒരു രൂപത്തിലല്ല, യഥാർത്ഥ രൂപത്തിലാണ് സംസാരിക്കുന്നത്. എന്നിൽ നിന്ന് ആ ബ്രഹ്മത്തിൽ അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയെന്നാന്ന് വെച്ചാൽ ഇതാണ് ബ്രഹ്മം എന്ന് വെച്ചു, ഇതിന് രൂപവും ഭാവവും ഒന്നുമില്ല, ഇത് കുഴച്ചൊരു മാവാണെന്ന് വെച്ചോളൂ. അത് ഈ മാവിനെ വേർപെടുത്താതെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഓരോ ഭാഗം ഉരുട്ടിയിട്ട് ഇങ്ങനെ ഓരോ ആളായിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു ബുദ്ധി കൊടുത്തിട്ട് ഞാനെന്ന ചിന്ത ഉണ്ടാക്കും, ഇവിടെ ഒരു ബുദ്ധി കൊടുത്തിട്ട് ഞാനെന്ന ചിന്തയാക്കും. അപ്പോൾ ഈ ഓരോന്നും ഓരോ മനുഷ്യരായി മാറും. പക്ഷെ ഇത് വേർപെട്ടിട്ടില്ല, മാവ് തന്നെയാണ്. ഇത് മരിക്കുന്നു, പിന്നെയും വേണ്ടിക്ക് ജനിപ്പിക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇതാണ്, ഇങ്ങനെ ഉണ്ടായതാണ്. ആ ബ്രഹ്മം തന്നെയാണ് മാറിയിരിക്കുന്നത്, അത് വേർപെട്ടിട്ടില്ല. അപ്പോൾ ഈ ബ്രഹ്മമാണ് പ്രപഞ്ചം മുഴുവനായി മാറിയിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. നമ്മൾ സമുദ്രത്തിലെ കടൽ, വലിയൊരു കടലിലുണ്ടല്ലോ, ആ കടലിൽ ഓരോ സ്ഥലത്തുണ്ടാകുന്ന കുമിളകൾ പോലെയാണ് നമ്മൾ. അത് കടൽ തന്നെയാണ്, കുമിള വേറെ ഒന്നുമല്ല. കടലിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങിപ്പോയി. ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇവിടെ കുറച്ച് പൊങ്ങി കിടക്കുന്നുണ്ട് തോല്. അതുകൊണ്ട് അതിനെന്ത് പ്രത്യേകത? അത് ഈ ശരീരം തന്നെയാണ്. ഇവിടെ കുറച്ച് ചുക്കിച്ചളഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് എന്തെല്ലാം മാരിയുണ്ട്, ഇതൊരു പാലം മാരിയെല്ലാം തോന്നുന്നു, ഒരു ബ്രിഡ്ജ് മാരിയെല്ലാം ഉണ്ട്. അതെല്ലാം തോന്നല, അത്രയേ ഉള്ളൂ. ആ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം മുഴുവനായത്. അതുകൊണ്ട് അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവരിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് സമുദ്രം എന്നതെടുക്കുക. സമുദ്രത്തിൽ ഓരോ കുമിളകൾ ഉണ്ടാകുന്നുണ്ട്. ആ കുമിളകളെല്ലാം സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലാതെ സമുദ്രം കുമിളയുടെ അകത്ത് സ്ഥിതി ചെയ്യുന്നില്ല. അർത്ഥത്തിൽ മനസ്സിലാക്കണം. സമുദ്രത്തിൽ കുറേ കുമിളകൾ ഉണ്ടാകുന്ന വരെയാണ്. അതിൽ തന്നെ ഒരു ഭാഗം ഇങ്ങനെ മനുഷ്യരിപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് തോന്നുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു പാലമാണെന്ന് തോന്നും, ഇതൊരു മലയാണെന്ന് തോന്നും. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ അത് ഈ ശരീരം തന്നെയാണ് പൊങ്ങിയും താണുമല്ലേ ഇരിക്കുന്നത്. അതുപോലെ ആ നിർഗുണമായ ബ്രഹ്മം മനുഷ്യരായിട്ടും പലതായി തിരിഞ്ഞിട്ട് ഒരു രൂപത്തിൽ കാണുന്നു എന്നല്ലാതെ ആ ടോട്ടൽ ബ്രഹ്മം ത്തിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അല്ലാതെ ആ ബ്രഹ്മത്തിന് ഇതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റില്ല. സമുദ്രത്തിന് കുമിളേൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറ്റില്ല. കുമിളക്ക് സമുദ്രത്തിൽ നിൽക്കാം. കുമിള സമുദ്രം തന്നെയാണ് താനും. അതാണ് സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവരിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഇനി 5 പറയുന്ന കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് പറയുകയാണ്. അപ്പം ഇതെല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെക്കുമ്പോൾ വേറൊരു കുഴപ്പമുണ്ട്. ഇതിൻ്റെ എല്ലാ സ്വഭാവം ആ ബ്രഹ്മത്തിന് ഉണ്ട് എന്ന് വരും. കാരണം ഇത് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വഭാവം ശരീരത്തിൻ്റെയും കൂടിയ സ്വഭാവമായി മാറും. എല്ലാവരുടെയും ശരീരത്തിൽ ഇങ്ങനെയൊരു സാധനമുണ്ട്. ശരീരത്തിൻ്റെ തന്നെ ഒരു സ്വഭാവമാണ് ആടെ പൊങ്ങിക്കിടക്കുന്ന ഇത്. പക്ഷെ ഇവിടെ അങ്ങനെയും ചിന്തിക്കരുത്. 5 പറയാവുന്ന ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായ അതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. കര, ദ്രവ, വാത, ഊർജ രൂപത്തിലാണ് എല്ലാ വസ്തുക്കളും ഉള്ളത്. പിന്നെ ഇതെല്ലാം കൂടിയിട്ടുണ്ടായ ഒരു പ്രപഞ്ചവും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞ എല്ലാം എന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ ഇതെല്ലാം അതിൻ്റെ തന്നെ സ്വഭാവമായിട്ട് മാറും. അങ്ങനെ ചിന്തിക്കരുത്. കാരണം
എൻ്റെ ദിവ്യമായ യോഗശക്തിയാൽ, അതിൻ്റെ എന്തോ ഒരു യോഗശക്തിയാൽ ഞാൻ സർവഭൂതങ്ങളെയും ഉണ്ടാക്കിയതാണ്. അതിൽ നിന്ന് തന്നെയാണ് എല്ലാ ഭൂതങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭൂതത്തിൻ്റെ സ്വഭാവം, ഈ ഭൂതങ്ങളുടെ ഒന്നും സ്വഭാവം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റേതായിട്ട് കാണരുത്. കാരണം എനിക്കങ്ങനത്തെ ഒരു ഗുണവും ഇല്ല. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഈ പൊങ്ങുന്നത്. അപ്പം ഈ ഭൂതങ്ങളെല്ലാം ആ ബ്രഹ്മത്തിലാണെന്ന് വെച്ചിട്ട് ഈ ഭൂതത്തിൻ്റെ സ്വഭാവം ബ്രഹ്മത്തിന് പറഞ്ഞേക്കരുത്. അതുമായിട്ട് എനിക്ക് ബന്ധമില്ല. അതുകൊണ്ടാണ് ഭൂതം എന്നിൽ സ്ഥിതി. ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചത്. പക്ഷേ ബ്രഹ്മം പഞ്ചഭൂതാത്മകമല്ല. ഉദാഹരണമായിട്ട് ഞാനൊരു ഫാക്ടറി സ്ഥാപിക്കുന്നു, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തലപ്പത്തെല്ലാം നിയമിക്കുന്നു, എല്ലാവരോടും ജോലി ചെയ്യാൻ പറയുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് പറയുന്നു? എനിക്ക് നിങ്ങൾ ആടെ എന്ത് ചെയ്താലും എനിക്കിതിലൊരു ബന്ധവുമില്ല, ഞാനെല്ലാം തന്ന് ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞു, എനിക്കതൊരുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, ഞാൻ അതിലൊന്നും തലയിടുന്നില്ല. അവിടെ നഷ്ടം ഉണ്ടായിക്കോട്ടെ, ലാഭം ഉണ്ടായി, എനിക്ക് മടുത്തു, ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഓണർ ഞാൻ തന്നെയാണ്. കോടതിയിലെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവകാശം ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. പക്ഷെ ഞാനൊന്നും തലയിടാതെ ഇരിക്കുകയാണെങ്കിൽ ഓണർ ഞാൻ തന്നെ. ആ ഒരു അവസ്ഥ മാറ്റി ചിന്തിക്കണം. ബ്രഹ്മം നിർഗുണമാണ്. നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് എന്തല്ലോ ഇങ്ങനെ അത് തന്നെ കുറേ രൂപങ്ങളെല്ലായിട്ട് പലയിടത്തും മാറിയിട്ടുണ്ട്. രൂപമില്ലാതെ രൂപമുള്ള എന്തെല്ലോ ആ രൂപത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതുമായിട്ട് അതിന് ഒരു ബന്ധവും പെടുത്തരുത്. ഇതിൻ്റെ സ്വഭാവങ്ങളൊന്നും അവിടെ കൊണ്ട് കാണിക്കരുത്. ഇതിൻ്റെ സ്വഭാവമൊന്നും അതിനില്ല. അത് നിർഗുണമാണ്, അതിനൊരു സ്വഭാവമില്ല. അതുകൊണ്ട് അതിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സ്വഭാവമൊന്നും അതിനെ കൊണ്ട് പിടിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ സർവഭൂതങ്ങളെ ഉണ്ടാക്കിയാലും ഞാൻ തന്നെ, അതിനെ ധരിക്കുകയും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, അതിനെയെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ആ ഭൂതങ്ങൾക്കൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എന്ന നിലയിൽ, ആ സ്വഭാവമുള്ള വസ്തുക്കൾ എന്ന നിലയിൽ എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതായത് അത് ന്യൂട്രലായ ഈശ്വരൻ എന്ന ശക്തി നമ്മുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല. ഉദാഹരണമായിട്ട് മഹാനായ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി, അതങ്ങ് വിട്ടു. പിന്നെ അംബേദ്കർക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അംബേദ്കർ വിചാരിച്ചാലും അതിലൊന്നും ചെയ്യാനും പറ്റില്ല, അതിൻ്റെ അകത്ത് ഇടപെടാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ആ തരത്തിലാണ് ആര് നിൽക്കുന്നത്? ബ്രഹ്മം നിൽക്കുന്നത്. ബ്രഹ്മം ഒരു പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കി എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എല്ലാം പോകണമെന്ന് ഒരു പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതിന് ഒരു പങ്കുമില്ല, അത് ന്യൂട്രലാണ്. ഞാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അതിൻ്റെ അകത്ത്, ഞാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം സമുദ്രത്തിന് കുമിളയിൽ സ്ഥിതി ചെയ്യാൻ പറ്റില്ലല്ലോ, കുമിള സമുദ്രത്തിൽ സ്ഥിതി ചെയ്യും. പക്ഷേ കുമിള ആ സമുദ്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. കുമിളക്കുള്ള സ്വഭാവമെല്ലാം സമുദ്രത്തിലുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം, എല്ലാ സ്വഭാവവിശേഷങ്ങളിലൂടെ ഇതെല്ലാം ഉണ്ടായതെങ്കിലും ആ സ്വഭാവവിശേഷങ്ങളിലുള്ള ഒരു പ്രത്യേകതയും എനിക്കില്ല. ഞാൻ ന്യൂട്രലാണ്. ഞാൻ അവിടെ ആരുടെ കാര്യത്തിലും തലയിടില്ല. ഇനി ആറാമത്തെ, എല്ലായിടവും സഞ്ചരിക്കുന്ന വായു ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ സർവഭൂതങ്ങളും എന്നിൽ കുടികൊള്ളുന്നു. ഈ വായു എല്ലായിടത്തും സഞ്ചരിക്കുന്ന വായു എന്താ? അന്തരീക്ഷം മുഴുവൻ നിറയും. പക്ഷെ അത് അന്തരീക്ഷമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അതിലാണത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും വായുവിന് ആകാശത്തിൽ, അന്തരീക്ഷമല്ല ആകാശത്തിൽ, ആകാശവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. ആകാശത്തിൻ്റെ ഭാഗമൊന്നും ആയിട്ട് നിൽക്കുന്നില്ല. പക്ഷെ ആകാശത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ആകാശമായിട്ട്
അതിന് വായു ആകാശവും തമ്മിൽ, ആകാശം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങളാണ്. വായു എന്ന് പറയുന്നത് അവിടെ നിറഞ്ഞു കിടക്കുന്നതേ ഉള്ളൂ. അതുപോലെ കാണണം, ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയതെങ്കിലും ബ്രഹ്മത്തിന് ഇതിൻ്റെ ഒന്നും ഒരു ഗുണവുമില്ല, ഈ സ്വഭാവങ്ങളൊന്നും ഇല്ല. നേടിൽ എങ്ങനെ വരുന്നു? ഇത് പ്രത്യക്ഷമാവുകയും ചെയ്യും, ഇല്ലാതെയാവുകയും ചെയ്യും. ഏഴില് പ്രളയകാലത്ത് സർവ ഭൂതങ്ങളും എൻ്റെ പ്രകൃതിയിൽ ലയിക്കുന്നു. അപ്പം പ്രളയമുണ്ടാകും. പ്രളയമുണ്ടാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പോയിട്ട് അതിൽ ലയിക്കും. എന്നിട്ട് സൃഷ്ടികാലത്ത് ഞാൻ അവയെ വീണ്ടും ഇങ്ങോട്ടേക്ക് വിടും. അപ്പം ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം നടക്കും, ഇതെല്ലാം പോയിട്ട് അതിൻ്റെ അകത്തങ്ങ് ചേരും. ആ ചേർന്ന് കഴിഞ്ഞാൽ രൂപവും ഭാവവും ഒന്നുമില്ല, അതെല്ലാം അതിൻ്റെ അകത്ത് ലയിച്ചു. പിന്നെ സൃഷ്ടി സമയം അതേപോലെ ഇങ്ങോട്ടേക്ക് വരും. അത് ആ ശക്തി തന്നെ സൃഷ്ടിക്കും. ഇനി 8-9 പറയുന്നു, എൻ്റെ പ്രകൃതിയിൽ അസ്വതന്ത്രമായത് നിന്ന അവരെ. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് ഗുണങ്ങളൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കിടന്നിട്ട് നമ്മളതിൽ പോയി ചേർന്നാൽ, വലിയ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ നമ്മൾ പിന്നെ ബ്രഹ്മം പോലെ ആയിത്തീരും. ഒരു കാര്യത്തിലും തലയിടാത്ത അവസ്ഥയിലെത്തും. അതേപോലെ പ്രപഞ്ചം മുഴുവൻ അതിൽ പോയി ലയിക്കുമ്പോൾ പിന്നെ അത് ഒരു കാര്യത്തിലും അതിൽ സ്വാതന്ത്ര്യമൊന്നുമില്ല, എല്ലാം നിർഗുണമായി കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴാണ് ഈ ഓരോ സ്വഭാവങ്ങളായിട്ട് തിരിച്ചു വരുന്നത്. അവ എങ്ങനെ സൃഷ്ടിക്കുന്നു? അവയുടെ സ്വഭാവം അനുസരിച്ച് വീണ്ടും സൃഷ്ടിക്കുന്നു. അപ്പോൾ തെങ്ങിനെ തെങ്ങായിട്ടും മാവിനെ മാവായിട്ടും പട്ടീനെ പട്ടിയായിട്ടും അതിൻ്റെ സ്വഭാവങ്ങളോടുകൂടി സൃഷ്ടിക്കുന്നു. അപ്പം സ്വഭാവം എപ്പോഴാണ് വരുന്നത്? ആ ബ്രഹ്മമായിരിക്കുന്നതിൻ്റെ രൂപവും ഭാവമൊന്നുമില്ല. അതിൽ നിന്നും എല്ലാ ജീവജാലം, പട്ടി ജീവജാലങ്ങളെല്ലാം അതാതിൻ്റേതായ സ്വഭാവത്തോടു കൂടി വരുന്നു. അപ്പോഴേ അതിന് സ്വഭാവമുള്ളൂ. തിരിച്ചങ്ങോട്ട് പോയി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്വഭാവമില്ല. അതുപോലെ നമ്മളും ബ്രഹ്മസാക്ഷാത്കാരം നിർത്താൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മ സമാനമാണ്. ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ ബ്രഹ്മസമാനമായി കഴിഞ്ഞു, ശരീരമെല്ലാം അങ്ങ് ദ്രവിച്ചു പോകും. ഇപ്പോൾ 10 എൻ്റെ മേൽനോട്ടത്തിൽ പ്രകൃതി സർവചരാചരങ്ങളെയും ജനിപ്പിക്കുന്നു. അപ്പം എൻ്റെ മേൽനോട്ടം, അപ്പം മേൽനോട്ടം വഹിക്കുന്ന ഒരു ശക്തിയുണ്ട്, പ്രകൃതിയുണ്ട്. അതിലൂടെയാണ് പ്രകൃതി ഉണ്ടാകുന്നത്. അതാണ് ദ്വയമായിട്ട് സൃഷ്ടിക്കുന്നത്, പുരുഷനും പ്രകൃതിയും. അപ്പം പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ പ്രേരണയിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ആ പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് കൃഷ്ണനായിട്ട് ഇവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ബ്രഹ്മമായിട്ട് കണ്ടത്. അപ്പം പ്രപഞ്ചമുണ്ടാകുമ്പോൾ ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നുണ്ട്. ആ പ്രേരക ശക്തിയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് പ്രകൃതി. അതാണ് പുരുഷനും പ്രകൃതിയും. അപ്പം പ്രേരക ശക്തിയാൽ പ്രകൃതി ചരാചരങ്ങളെയും ജനിപ്പിക്കുന്നു. എൻ്റെ അധ്യക്ഷതയിൽ പ്രപഞ്ചം ഉത്ഭവിക്കുന്നു. അപ്പം അതതിൻ്റെ അധ്യക്ഷനാണ്. ആര്? ആ പുരുഷൻ. എന്ത് സൃഷ്ടിക്ക് മുമ്പിലും നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി എന്നിൽ നിന്നാണ് വരുന്നത്. ഞാനാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതേപോലെ ഒരു പ്രേരക ശക്തിയാണ് പ്രപഞ്ചമായി മാറുന്നത്. അപ്പം ദ്വയമാണ്, പുരുഷനും പ്രകൃതിയും. ആ പ്രകൃതി ഇതിൻ്റെ മേൽനോട്ടത്തിലും ഇതിൻ്റെ അധ്യക്ഷതയിലുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി 11 അപ്പം അങ്ങനെയുള്ള എൻ്റെ, അതായത് കൃഷ്ണൻ്റെ പരമസ്വരൂപത്തെ അറിയാത്ത മൂഢന്മാർ, അങ്ങനെ വേണം എന്നെ മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കാത്ത മൂഢന്മാർ സർവചരാചരങ്ങളുടെയും മഹേശ്വരനായ എന്നെ, അതായത് എല്ലാ പ്രപഞ്ചത്തിൻ്റെയും മഹേശ്വരനായ എന്നെ മനുഷ്യ ശരീരം അവലംബിച്ചവനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
ഈ മൂഢന്മാരാണ് ഈ കൃഷ്ണൻ മനുഷ്യനായിട്ട് ജനിച്ചു എന്ന് ചിന്തിക്കുന്നത്. വേദവ്യാസനാണ് ഈ കൃഷ്ണനെ കഥാപാത്രമായിട്ട് ഒരു ചിത്രീകരിച്ചിട്ട് ആ കഥാപാത്രത്തിലൂടെ പറയുകയാണ് ഞാൻ ജനിച്ചിട്ടില്ല, അത് മൂഢന്മാരാണ് ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു കഥാപാത്രം. ആ ബ്രഹ്മത്തെ, ഓരോ കാലഘട്ടത്തിലെ ബ്രഹ്മത്തെ ഓരോ രൂപത്തിൽ അവതരിപ്പിച്ചു കഥയിൽ. സൂര്യൻ തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു സൂര്യൻ ഒന്നേ ഉള്ളൂ എങ്കിലും സൂര്യൻ്റെ സ്വഭാവം അനുസരിച്ച് സൂര്യൻ 12 ഉണ്ട്. മേടസൂര്യൻ, ഇടവസൂര്യൻ, ഇങ്ങനെ. മേടത്തിലെ സൂര്യന് നല്ല ചൂടാണ്, വേറെ സമയത്ത് ഭയങ്കര തണുപ്പാണ്, വേറെ സമയത്ത് നല്ല ശാന്തമായ സൂര്യൻ. അപ്പം സൂര്യന് 12 സ്വഭാവങ്ങളെ അടിസ്ഥാനത്തിൽ 12 തിരിച്ചതുപോലെ കാലഘട്ടമാണ് ഈ മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗോത്ര കാലഘട്ടത്തിൽ ആ ശക്തിവിശേഷത്തെ പരശുരാമനായിട്ടും, അതായത് കൃതയുഗം, ത്രേതായുഗം, അതായത് കൊളോണിയലിസത്തിലെ കാലഘട്ടത്തിലെ ആ കാലത്തെ രാമനായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തെ കൃഷ്ണനായിട്ടും അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഈ ഞാനും എല്ലാം ബ്രഹ്മമാണെങ്കിൽ ഈ കാലവും ബ്രഹ്മമാണ്. അപ്പം കാലത്തെയാണ് കാലത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തിയാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആദ്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഗോത്ര കാലഘട്ടമാണ്. അപ്പോഴുള്ള ശക്തി ഒരവതാരം, ആ കാലത്തെ ഒരവതാരമായി ചിത്രീകരിച്ചു. പ്രളയകാലത്ത് വേറൊരു അവതാരമായിട്ട് രാമനായിട്ട് ചിത്രീകരിച്ചു. കൃഷ്ണ കാലഘട്ടത്തിൽ കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചു, കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു. എന്നിട്ട് ആ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, ഞാൻ ജനിച്ചവനായിട്ടൊന്നും കണ്ടേക്കരുത്, മണ്ടന്മാരാണ്, മൂഢന്മാരാണ് അത് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. അപ്പം കാലം തന്നെയാണ് ലോകത്തെ നയിക്കുന്നത്, ഓരോ കാലഘട്ടം. അതുകൊണ്ടാണ് അവസാനം എത്തുമ്പോഴുള്ളത് കൃഷ്ണനായതുകൊണ്ടാണ് പൂർണ്ണ അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ലോകം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാനാണ് കൃഷ്ണൻ വരുന്നത്. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സുന്ദരമായ ഒരു ലോകം. അതുകൊണ്ട് മൂഢന്മാരാണ് ഞാൻ മനുഷ്യ ശരീരം ജനിച്ചിട്ട് വന്നവനായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഇനി 12ാമത്തെ വ്യർത്ഥമായ ആശയും. ഇപ്പം മനുഷ്യരെല്ലാം ഇവിടെ കാണുന്ന എല്ലാവരും തന്നെ വ്യർത്ഥമായ ഓരോ ആശകൾ കൊണ്ട് നമ്മൾ ഓരോ ആഗ്രഹം ഉണ്ടാവും. ഒരു വീട് വെക്കണം, യഥാർത്ഥത്തിൽ ആ ശക്തിക്കാണ് അവിടെ ഒരു റോഡ് വെട്ടണം. യഥാർത്ഥത്തിൽ ആ ശക്തിക്കാണ് റോഡ് വെട്ടിയിട്ട് ലോകം പുരോഗമിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്നിലൊരാഗ്രഹം ഉണ്ടാക്കും, ആ റോഡ് വെട്ടുന്ന ജോലിക്ക് പോയാൽ പൈസ കിട്ടും, പൈസ കിട്ടിയാൽ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നെല്ലാം ആലോചിച്ചിട്ട് നമ്മൾ പോയി ജോലി ചെയ്യുന്നു, പൈസ വാങ്ങുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മളെടുത്ത് ആഗ്രഹം ഉണ്ടാക്കിയിട്ട്, പണത്തിനുള്ള ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ജീവിക്കട്ടിക്ക് പണം വേണ്ടേ, അതുകൊണ്ട് റോഡ് വെട്ടാൻ പോവുകയാണ്. അതിലൂടെ അത് റോഡ് വെട്ടിപ്പിക്കുകയാണ്. അപ്പോൾ വ്യർത്ഥമായ ആശയാണ്, അത് വ്യർത്ഥമാണ്. എന്തായാലും നമ്മൾ ചെയ്യാൻ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്, നമ്മൾ ചെയ്തേ പറ്റൂ. ഈ ആശ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആശ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതെല്ലാം ചെയ്തേ പറ്റും. അപ്പം വ്യർത്ഥമായ ആശയോടും വ്യർത്ഥമായ കർമ്മത്തോടും, ഈ കർമ്മമെല്ലാം വ്യർത്ഥമാണ്, എന്തിനോ വേണ്ടി നമ്മൾ ഓടിപ്പിടിച്ച് നടക്കുകയാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മമാണ്. ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ടി എന്ന് വെച്ചിട്ട് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ആ നിലയിൽ കാണണം. അപ്പം വ്യർത്ഥമായ കർമ്മത്തോടും വ്യർത്ഥമായ ജ്ഞാനത്തോടും, നമ്മളെ യഥാർത്ഥ ജ്ഞാനം ഏതാണ്? ഈ സത്യം മനസ്സിലാക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് പ്രയോഗിക്കുന്ന ജ്ഞാനമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രാക്ഷസ ആസുര സ്വഭാവത്തെ ആശ്രയിക്കുന്നു. എന്നിട്ട് ഇത് നേടാൻ വേണ്ടിയിട്ട് രാക്ഷസന്മാരെ, ആസുരന്മാരുടെ സ്വഭാവത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ അസുരന്മാർ തന്നെയാണ്, അസുരന്മാരാണ് സ്വാർത്ഥതയായിട്ട് കഥാപാത്രങ്ങൾ, സ്വാർത്ഥതയായിട്ട് നടക്കുന്നവരെയാണ് അസുരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യർ മുഴുവൻ എന്താണ്? അസുരരാണ്, രാക്ഷസരുമാണ്.
സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ രാക്ഷസരാണ്, അസുരന്മാരാണ്. അപ്പം കഥയിലുള്ള അസുരന്മാരെല്ലാം നമ്മളെല്ലാം തന്നെയാണ്. നമ്മളെല്ലാം നമുക്ക് വേണ്ടി എന്ന് വെച്ചിട്ട് തെറ്റായ എന്തോ ധാരണ വെച്ച് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിതെല്ലാം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ ഒരാഗ്രഹം ഇല്ലെങ്കിലും ഇതെല്ലാം ചെയ്യേണ്ടി വരും. വയറ്റുപഴപ്പുണ്ടാകും, വിശക്കുമ്പോൾ ജോലിക്ക് പോയാലേ പറ്റും, എന്തെങ്കിലും ചെയ്തേ പറ്റും. അപ്പം നമ്മളിത് ചെയ്യേണ്ടി വരും. നമുക്ക് ഇതിനകത്തൊന്നും മോചനമൊന്നും ഇല്ല. ഇനി 13 മഹാന്മാരാകട്ടെ ദിവ്യ സ്വഭാവം കൊണ്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി ഭൂതങ്ങൾക്കെല്ലാം ആദിയായ അനശ്വരനായ എന്നെ അറിഞ്ഞു ഭജിക്കുന്നു. എന്നാൽ ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത് ഈ ഭൂതങ്ങൾക്കെല്ലാം, ഇവിടെ എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ അതിൻ്റെ എല്ലാം അധിപനായ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഭജിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി കർമ്മം ചെയ്യുക. ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കാനല്ല, എപ്പോഴും അതിനെ ഓർത്തുകൊണ്ട് അതിനായിട്ട് കർമ്മം ചെയ്യുക. ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ ജനിച്ചത് നമ്മളെ കൊണ്ട് കുറേ കർമ്മം ചെയ്യിപ്പിക്കാനാണ്. ആ കർമ്മം ആണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ചിന്തയോടുകൂടി ചെയ്യുക. അപ്പം അതിനായിക്കൊണ്ട് ചെയ്യുക, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി 14 അവർ എപ്പോഴും എന്നെ സ്തുതിക്കുന്നു. ആ തത്വം മനസ്സിലാക്കുന്നവർക്ക് ഒന്നും ബോധ്യമോ, അതിനെ സ്തുതിക്കുക എന്നാണ് അതിൻ്റെ കഴിവ് ഭയങ്കരം തന്നെ. നമ്മളെ കൊണ്ട് ഈ കുരങ്ങൻ കളിയെല്ലാം കളിപ്പിച്ചിട്ട് എല്ലാവരെ കൊണ്ടും അതിൽ നിന്നും നമ്മൾ മുക്തമായി നമ്മൾ കാര്യം മനസ്സിലാക്കുന്നു. എല്ലാവരെ കൊണ്ടും കുരങ്ങൻ കളി കളിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടില്ല. ഈ കാളവണ്ടീൻ്റെ മുമ്പിൽ ഒരു കമ്പിൻ്റെ അകത്ത് പുല്ല് കെട്ടി വെക്കും. ഇത് കാണുമ്പോൾ കാള മുമ്പോട്ട് കിടക്കും, കിട്ടുന്നും വെച്ചിട്ട് അതിൻ്റെ കൂടെ പുല്ലും പോകും. ഇത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് എന്ത് തോന്നും? ആ മണ്ടൻ കാള, അതിനെ മോഹിപ്പിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇതേപോലെ തന്നെ ആ ശക്തി നമ്മളൊരാഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മൾ മണ്ടന്മാരായ ഭൂരിപക്ഷം ജനങ്ങളെ കൊണ്ടെല്ലാം കർമ്മം ചെയ്യിക്കുന്നത് നമ്മൾ സ്തുതിക്കുക. ഭയങ്കര ദൈവത്തെ ബുദ്ധി ആരാ? ഈ ബ്രഹ്മത്തിൻ്റെ. അതിനെ സ്തുതിക്കുകയും ദൃഷ്ടനിശ്ചയത്തോടെ പ്രവർത്തിച്ച് പിന്നെ നമ്മളെന്ത് ചെയ്യും? അത് നമ്മളെ ഇത് ജയിപ്പിക്കാൻ വേണ്ടി ജനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്തു കൊടുത്തേക്കും ദൃഢനിശ്ചയത്തോടുകൂടി. എന്നെ ജനിപ്പിച്ചത് അതിന് വേണ്ടിയാണ്, ഞാൻ ചെയ്യാതിരിക്കാനും പറ്റില്ല. പിന്നെ നല്ലോണം തന്നെ ഭംഗിയായിട്ട് ഇതുപോലെ നമ്മുടെ നാടകത്തിൽ നമ്മളൊരു പൈസ വാങ്ങിക്കഴിഞ്ഞാൽ വില്ലനായാലും വേണ്ടിയില്ല, കുഷ്ഠരോഗിയായാലും വേണ്ടിയില്ല. ചിലവർക്ക് കഥാപാത്രമായിട്ട് കിട്ടുന്ന, ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് അഭിനയിച്ചിരിക്കുന്നത്? ശവമായിട്ട് അടക്കിടക്ക് കൊടുത്തിട്ടുണ്ട്. അതും ഒരു അഭിമാനമാണ്. സിനിമയിലെ ശവമായിട്ട് കിടക്കുന്നത് അഭിനയമാണ്, ഭയങ്കര അഭിനയം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഏകാഗ്രം ശരിയായ ശവമായിട്ട് കിടക്കുമ്പോഴും ശ്വാസമൊന്നും വിടാതെ പിടിച്ച് വെച്ചിരിക്കണമല്ലോ. അതുപോലെ നമ്മൾ കർമ്മം ചെയ്തു കൊടുത്തേ പറ്റും. ഏകാഗ്രമായ മനസ്സോടും ഭക്തിയോടും കൂടി എന്നെ നമസ്കരിച്ച് പൂജിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നവൻ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ആ കർമ്മം, നമ്മളെ കർമ്മം അതിനായിട്ട് പൂജിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ അർപ്പിക്കുന്നു. നമ്മളെ കഴിവുകളും ബുദ്ധിയെല്ലാം ആ കർമ്മത്തിനായി അതേൽപ്പിച്ച കർമ്മം ചെയ്യാനായിട്ട് അർപ്പിക്കുന്നു. അപ്പോൾ അതിനെ തന്നെയാണ് അർപ്പിക്കുന്നത്. 15 വേറെ ചിലർ സർവത്തിൻ്റെയും ആത്മാവായ എന്നെ ജ്ഞാനയജ്ഞത്താൽ ഏകഭാവത്തിൽ പരരീതിയിൽ യജിച്ചു ഭജിക്കുന്നു. വേറെ ചിലവർ അവരവരുടെ ബുദ്ധിശക്തിയാൽ അവരവരുടെ ഫീൽഡിൽ കർമ്മം ചെയ്യുന്നു. ശാസ്ത്രലോകമെല്ലാം ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് പുതിയ ശാസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ട് ലോകത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴുകി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ആ കർമ്മം, അവർ ചെയ്യേണ്ട കർമ്മം ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അർജുനനാകട്ടെ അധർമ്മികളെയെല്ലാം നിഷ്കാമ കർമ്മത്തിലൂടെ
ചെയ്തു കൊടുക്കുകയാണ്. അത് അത്തരത്തിൽ അദ്ദേഹത്തെ ഭജിക്കുകയാണ്. കൃഷിക്കാരൻ കൃഷി എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്, അല്ല അവന് വേണ്ടിയിട്ടല്ല. സ്വാർത്ഥികൾ എന്ത് ചിന്തിക്കും, എനിക്ക് കൃഷി നടന്നിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കൃഷിക്കാരനാണ്, രാവിലെ എണീച്ചാൽ പോയി കൃഷി ചെയ്യും, ആ നിലയിൽ ചെയ്യുന്നു. അപ്പം പല രീതിയിൽ ഓരോർക്ക് ഓരോ ധർമ്മങ്ങളാണ്. എന്നിട്ട് 16 പറയുന്നു, എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. യാഗവും യജ്ഞവും ശ്രദ്ധയും ഔഷധവും ഹോമദ്രവ്യവും അഗ്നിയും ഹോമവും എല്ലാം ഞാൻ തന്നെ. ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം ഞാൻ തന്നെയാണ്. 17 പ്രപഞ്ചത്തിൻ്റെ പിതാവും ഞാനാണ്, മാതാവും ഞാനാണ്, പിതാമഹനും ഞാനാണ്, രക്ഷകനും ഞാനാണ്, ഞാൻ തന്നെ. അറിയപ്പെടേണ്ടതും ഞാൻ തന്നെയാണ്, ഓങ്കാരവും ഞാൻ തന്നെയാണ്, ഋക്ക് യജുസ് സാമവേദങ്ങളെല്ലാം ഞാൻ തന്നെയാണ്, ജ്ഞാനെല്ലാം ഞാൻ തന്നെയാണ്. ഞാനല്ലാതായിട്ട് ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. ഇതാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഈ മാവാണ് ഉരുട്ടി ഇങ്ങനെ പ്രമോദിനെയും വേറത്താനെയും എല്ലാം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. പട്ടീനെയും പൂച്ചനെയും എല്ലാം ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ഉരുട്ടി ഉണ്ടാക്കിയതാണ്, ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉരുട്ടി ഉണ്ടാക്കിയതാണ്. അപ്പം എല്ലാം എന്ത് തന്നെയാണ്, ഈ കയ്യിൽ തന്നെയാണ്, ഈ വിരലുമല്ല. ഇതിനെ വേറൊന്നായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഞാൻ തന്നെയാണ്. 18 ഗതിയും ഭരണകർത്താവും സ്വാമിയും. അപ്പം ഭരണകർത്താവ് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോത്ര കാലഘട്ടത്തിൽ പരശുരാമനായിട്ട് വന്നത് അക്കാലത്തെ ധീരരായ രാജാക്കളായിരിക്കും. കൊളോണിയലിസത്തിൽ രാമനായിട്ട് വന്നത് നമ്മുടെ ഗാന്ധിജിയെല്ലാണ്. ഇന്ന് ഏതെല്ലാം നേരം ഇപ്പം പുട്ടിനെ തന്നെ വേണമെങ്കിൽ പുട്ടിന് തന്നെയാണല്ലോ ലോകത്തിൽ ഇപ്പോൾ വില്ലനായിട്ടിരിക്കുന്നത്. ആ പുട്ടിനും ഞാൻ തന്നെയാണ്, അതിലൂടെയാണ് ഞാൻ, എല്ലാം ഞാനാണ്, ഞാൻ തന്നെയാണ് അതിലൂടെ ആക്ട് ചെയ്യുന്നത്. ഇത് പുട്ടിനാണെങ്കിൽ ഇത് സെലൻസ്കിയാണ്. ഈ സെലൻസ്കിയും പുട്ടിനും തമ്മിലാണ് ഇപ്പോൾ അടിപൊളി കൂടുന്നത്. എന്തിന്? ഒന്നിനെ ഇല്ലാതാക്കണം, അതിനെയാണ് ലക്ഷ്യം. ഒന്നിൻ്റെ ആവശ്യം കഴിഞ്ഞു, കാലഘട്ടം കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ തരത്തിൽ കാണുക. ഭരണകർത്താവും ഞാൻ തന്നെയാണ്. അപ്പം വേറെ ഭരണകർത്താവൊന്നുമില്ല, അല്ലാതെ വേറെ അവതാരം നമ്മൾ ഇങ്ങനെ വരും. കാലമാണ് വരുന്നത്, കാലം ഓരോ കാലത്തിലും ഓരോ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. സ്വാമിയും സാക്ഷിയും, എല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്നതും ഞാനാണ്. ശരണ്യനും സുഹൃത്തായിട്ട് നിൽക്കുന്നതും ഞാനാണ്. അതുകൊണ്ട് ഇവിടെ നിന്റെ എതിരായിട്ട് സുഹൃത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ട്സും നിന്റെ പിതാമഹനെല്ലാം അവിടെ നിൽക്കുന്ന അല്ല ഞാൻ തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ മറ്റേനെ തട്ടി ഇല്ലാതാക്കുക എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല, അത്രയേ ഉള്ളൂ. എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ തന്നെ ഒന്നിനെ ഒരു ആവശ്യത്തിന് പൊത്തിച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ അടിച്ചു താക്കുന്നുണ്ട്. സൃഷ്ടികർത്താവും സംഹാരകർത്താവും. അപ്പോൾ സൃഷ്ടികർത്താവും സംഹാരകർത്താവും എല്ലാം ഞാൻ, ആ ബ്രഹ്മം തന്നെയാണ്. അതായത് ശിവനായാലും മറ്റേ വിഷ്ണു ആയാലും മഹേശ്വരനായാലും ബ്രഹ്മാവായാലും എല്ലാം ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ല. ആധാരവും നിക്ഷേപവും ഉൽപ്പത്തി കാരണവും എല്ലാത്തിൻ്റെ കാരണവും ഞാൻ തന്നെ. 19 ചൂടുണ്ടാക്കുന്നതും മഴ പെയ്യിക്കുന്നതും എല്ലാം ഞാൻ തന്നെ പ്രപഞ്ചത്തിൽ. അതായത് എല്ലാം അതിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും. മഴ പെയ്യിപ്പിക്കാൻ അതിൻ്റേതായ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ അതെല്ലാം ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഗ്രഹങ്ങൾ ചലിക്കുന്നതനുസരിച്ച് ഋതുക്കൾ ഉണ്ടാകും, മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ പുല്ല് പൊടിക്കും, ചെടികൾ വളരും, അതിൻ്റെ കായ നിന്നിട്ട് മനുഷ്യർ ജീവിക്കും. മനുഷ്യർ അതിനെ വളർത്താൻ വേണ്ടിയിട്ട്, തിന്നാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നട്ട് വളർത്തും. എല്ലാം ഞാൻ തന്നെ. മഴ പെയ്യിക്കുന്നതും അതിനെ തടുക്കുന്നതും, ചിലപ്പോൾ മഴ ഇല്ലാതാക്കുന്നതും ഞാൻ തന്നെയാണ്. ചില സമയത്ത് മഴയുണ്ടാവില്ല, അതെല്ലാം ഞാൻ തന്നെയാണ്. കാരണം ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. അപ്പം ഗ്രഹങ്ങൾ പ്രത്യേക സമയത്ത് വരുമ്പോൾ
പുറത്തുള്ളതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ചില സമയത്ത് മഴ പെയ്യാതെ ഇരിക്കുക, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അനുകൂല സമയം വരുമ്പോൾ പെയ്യും. ജീവിതവും മരണവും സത്തും അസത്തും എല്ലാം ഞാൻ തന്നെ. ജീവിതവും അത് ഞാൻ തന്നെ, സത്തും അത് തന്നെ, അസത്തും എല്ലാം തന്നെ. 20 വേദങ്ങളും അറിയുന്നവൻ യജ്ഞത്താൽ എന്നെ പൂജിച്ച് യജ്ഞാവശിഷ്ടത്തെ ആസ്വദിച്ച് പാപവിഹീനരായി സ്വർഗലോകം പോകാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 3 വേദങ്ങളും അറിയുന്നവർ. വേദങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വേദം എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് പുസ്തകമാണ്. ആത്മീയതയിലേക്ക് പോകുന്ന എല്ലാ വേദങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ്. അതിൻ്റെ ടെക്നോളജിയാണ് അഥർവവേദം. അപ്പോൾ 3 വേദങ്ങളും അറിയുന്നവർ യജ്ഞത്താൽ, അതായത് ടെക്നോളജി, അഥർവവേദത്തിൽ പറയുന്ന ടെക്നോളജിയാൽ എന്നെ പൂജിച്ച് എനിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രം പഠിച്ചിട്ട് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്ത് ലോകത്തെ പുരോഗമിപ്പിക്കുന്നു. എന്നിട്ട് ആ യജ്ഞത്തിൽ നിന്നും അവശേഷിക്കുന്നതിനെ ആസ്വദിച്ച്, യജ്ഞത്തിലൂടെ കിട്ടുന്നത് എന്താണോ അത് ആസ്വദിക്കുന്നു. നമ്മൾ ശാസ്ത്രം പഠിച്ച് റോക്കറ്റ് ഉണ്ടാക്കേണ്ട വഴിയെല്ലാം പഠിച്ച് റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് പുറത്തേക്കെല്ലാം പോയി അവിടെയും വേറെ എല്ലാം ചന്ദ്രനിലെല്ലാം പോയിട്ട് വീടെല്ലാം വെച്ച് താമസിക്കുന്നു. അതിൻ്റെ കിട്ടുന്ന ഗുണവും ആര് തന്നെ അനുഭവിക്കുന്നു? നമ്മൾ തന്നെ അനുഭവിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പായസം വെക്കുന്നു, പാത്രം എടുക്കുന്നു, അതിൽ അരിയിടുന്നു, പാലൊഴിക്കുന്നു, അടിയിൽ തീ കൊടുത്തിട്ട് എല്ലാം ആർക്കാ കൊടുക്കുന്ന? അഗ്നിക്ക് കൊടുക്കുകയാണ്. ദേവതകൾക്കാണ് കൊടുക്കുന്നത്. നമ്മളല്ല അരി എടുക്കുന്നത്. അരിയും വെള്ളവും പാലും ഒന്നും നമ്മളല്ല എടുക്കുന്നത്, അഗ്നിക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്ത് അരിയും അതെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തെ എടുക്കുന്നത് അരിയാണ്. ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരി വണ്ണം വെച്ച് വരുന്നത്. അപ്പം നമ്മളിതെല്ലാം കൊടുക്കുന്നത് ആ ദേവതകൾക്കാണ്. എന്നിട്ട് അതെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ ദേവതകൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ എന്തെങ്കിലും മിച്ചമായിട്ട് അവിടെ വെക്കുന്നത്. എന്താണ് മിച്ചമായി വെക്കുന്നത്? പായസം. അതിനെ നമ്മളെടുത്ത് കഴിക്കുന്നു. പണ്ട് കാലത്ത് അല്ല ഇപ്പോഴും മനുഷ്യർ ഇപ്പം ചുട്ട് തിന്നുന്ന തന്നെയാണ്. പണ്ട് കാലത്ത് ചുട്ട് തിന്നുന്നതിനായിരുന്നു വലിയ ടേസ്റ്റ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ തന്തൂരി ചിക്കൻ എന്നല്ല നമുക്ക് കണ്ടിട്ടില്ലേ? വെളിയിലിങ്ങനെ തീയിലിട്ട് കറക്കിക്കൊണ്ട് ചുടുന്നത്. മനുഷ്യൻ പണ്ട് കാലത്ത് ചെയ്ത ചുട്ട് എന്നതാണ് ഇപ്പം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പേര് വേറെ ആയിരുന്നേ ഉള്ളൂ. ചുട്ട് കനലിട്ടിട്ട് ആ തീക്കാണ് എന്ത് കൊടുക്കുന്നത്? ഈ മത്സ്യത്തെയും ഇറച്ചിയെല്ലാം തീക്ക് കൊടുക്കുകയാണ്. എന്നാ നീ തിന്നോന്നും കൊണ്ട് ദേവതകൾക്ക് കൊടുക്കുക. തീയും ദേവതയാണ്, എല്ലാം ദേവത തന്നെയാണ്. എണ്ണ ഒഴിക്കും, വേണ്ടിക്ക് കുറച്ച് എണ്ണയായി കൊടുക്കും, കുറച്ച് മുളകും ഇട്ട് കൊടുക്കും. അപ്പം ആ മത്സ്യം അതെല്ലാം എടുക്കും. മത്സ്യവും അതെടുക്കുകയാണ്. മത്സ്യത്തിന് കുറച്ച് മുളകെല്ലാം തട്ടി കൊടുക്കുക. ആർക്കാ കൊടുക്കുന്നത്? മത്സ്യത്തിനാണ്. മത്സ്യം ദേവതയാണ്. എന്നിട്ട് എല്ലാത്തിനെയും കൂടി അഗ്നിക്ക് കൊടുക്കും. അവസാനം അഗ്നിയും ദേവതയാണ്. ഇത് അഗ്നിയും തിന്നും. അപ്പം മുളകും ഉപ്പും അല്ല ആദ്യം മത്സ്യം തിന്നും. മത്സ്യം ദേവതയാണ്. മുളകും ഉപ്പും അല്ല, പിന്നെ അഗ്നിയിൽ വെച്ച് കൊടുക്കും. അപ്പം അഗ്നി അതിനെ എല്ലാം കൂടിയിട്ട് തിന്നും. എന്നിട്ട് അവസാനം മിച്ചം കിടക്കുന്നുണ്ടാവും കുറച്ച് സാധനം, അത് നമ്മളെടുത്ത് തിന്നും. അപ്പം അവശേഷിക്കുന്നത് നമ്മൾ തിന്നു. അതായത് അതിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ തിന്നുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. ആധുനിക സയൻസിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, അത് ആ സിസ്റ്റം എടുക്കും. എന്നിട്ട് മിച്ചം വന്നതാണ് ഇട്ടിട്ട് പോകും, അതിന് വേണ്ടാത്തതാണ് ഇട്ടിട്ട് പോകും. അതാണ് അവശേഷിക്കുന്നത്. അത് നമ്മൾ ആസ്വദിക്കും. അപ്പം വേദങ്ങളുടെ തത്വത്തിൽ നമ്മൾ എന്തെല്ലാമോ ചെയ്തിട്ട്, യജ്ഞമെല്ലാം ചെയ്തിട്ട് അവശേഷിക്കുന്നത് ആസ്വദിച്ച് പാപഹീനരായി. അപ്പം അതെല്ലാം എങ്ങനെ ചെയ്യണം? ഇതെല്ലാം അതിനാണ് കൊടുക്കുന്നത്, നമുക്കല്ല. ഒരു ഭക്ഷണം കൊടുക്കുന്നത്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ അതിനാണ് കൊടുക്കുന്നത്. നമ്മളെ സ്വാർത്ഥത അവിടെ ഇല്ല. അങ്ങനെ ചെയ്യണം കർമ്മങ്ങൾ എല്ലാം ആ ബ്രഹ്മത്തിനായി ചെയ്തു കൊടുക്കുക. റോഡ് വെട്ടുന്നതെല്ലാം ആ
ബ്രഹ്മത്തിനായി ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് തൃപ്തിയായിട്ട് നമ്മളോട് പറയും നീയും വണ്ടി എടുത്ത് അതിലോട്ടോ ഓടിച്ചോ എന്ന് പറയും. അതിൻ്റെ അവശിഷ്ടം നമ്മളെടുക്കും. ഈ അപ്രോച്ചിൽ നമ്മൾ പോകണം ചിന്തിക്കുന്നത്. അങ്ങനെ പാപഹീനരായി സ്വർഗലോകം പോകും. മറിക്കുമ്പോഴേക്കും അങ്ങ് മുകളിൽ തന്നെ പോകും. ആത്മാവ് എവിടെ നിന്ന് വന്നതാണ്? ഈ പ്രേരക ശക്തി, ഈ പ്ലാൻ എവിടെ നിന്ന് വന്നതാ? മുകളിൽ നിന്നാണ്. പ്രപഞ്ചം മുഴുവനുള്ളൊരു പ്ലാൻ ഉണ്ട്. അതാണ് ഈ പരമാത്മാവ്. ആ പ്ലാനിൻ്റെ ഒരു ചെറിയ പ്ലാൻ നമ്മളെ ഹൃദയത്തിലേക്ക് വെക്കും. മാനേജ്മെന്റ് അറിയുന്നവർക്കെല്ലാം പെട്ടെന്ന് പറഞ്ഞാൽ പിടിയും, അല്ലാതെ അവർ കുറച്ച് പാടാണ്. അപ്പം മുകളിൽ നിന്ന് തന്നെയാണ് പ്ലാൻ വരുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു പ്ലാൻ ഉണ്ട്, എങ്ങനെയല്ല ഈ ലോകത്തെ സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാം. എന്നിട്ട് ആ പ്ലാന് നമ്മളെ വീട്ടിൽ ശമ്പളം ആദ്യം വരുമ്പോൾ ആ ശമ്പളം ഉണ്ടാവും, ബഡ്ജറ്റ്. അപ്പോൾ ശമ്പളം അവിടെ ഇരുന്ന് തീരുമാനിക്കും, ഇതിൽ ഇത്ര ഉറുപ്പ്യ അടുക്കളയിലേക്ക് മത്സ്യം വാങ്ങാൻ, ഇത്ര ഉറുപ്പ്യ പച്ചക്കറി വാങ്ങാൻ, ഇത്ര ഉറുപ്പ്യ പിള്ളേർ ട്യൂഷന്, അങ്ങനെയെല്ലാം വീതിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് ടോട്ടൽ ബഡ്ജറ്റ്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അടുക്കളയിലേക്ക് കൊടുക്കും, ഭക്ഷണം ഉണ്ടാക്കുക. അപ്പം അതതിൻ്റെ സബ് ബഡ്ജറ്റ്, ജീവാത്മാവ്. ആ പണം കൊണ്ട് അവരെന്ത് ചെയ്യും? അതിൽ ഇത്ര ഉറുപ്പ്യ മത്സ്യം വാങ്ങാൻ, ഇത്ര ഉറുപ്പ്യ പച്ചക്കറി വാങ്ങാൻ, ഇത്ര ഉറുപ്പ്യ അരി വാങ്ങാൻ, അതല്ല അവരവിടെ വെച്ച് തീരുമാനിക്കും എന്ത് വാങ്ങണം. അത് ചെറിയ ബഡ്ജറ്റ്. മറ്റേ മാസ്റ്റർ പ്ലാൻ, ഈ സബ് പ്ലാൻ. മറ്റേത് പ്ലാൻ മാസ്റ്റർ പ്ലാൻ. ഇത് ഫാക്ടറിയിൽ തന്നെ എന്തുണ്ട്? പ്രൊഡക്ഷൻ ബഡ്ജറ്റുണ്ട്, മാർക്കറ്റിംഗ് ബഡ്ജറ്റുണ്ട്, പർച്ചേസിങ് ബഡ്ജറ്റുണ്ട്, ഇങ്ങനെയെല്ലാം. അതുപോലെ ലോകത്തിനൊരു ക്രമമുണ്ട്, പ്ലാനുണ്ട്. ആ പ്ലാനിൻ്റെ ഒരംശമാണ് നമ്മളിലുള്ളത്. നമ്മൾ ചെയ്യേണ്ട കർമ്മയെല്ലാം കൂടി ചെയ്ത് എഴുതി വെച്ചിട്ട് ഒരു പ്ലാനുണ്ട്. ആ പ്ലാനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് നമുക്ക് തരുന്നു. നമ്മളത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മുകളിലോട്ട് നിന്നാണ് വരുന്നത്, മുകളിലോട്ടേക്ക് പോകും. സ്വർഗം അത്രയേ അർത്ഥമുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള എല്ലാം സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കുന്നു. അവർ അവിടെ എത്തി ദേവഭോഗങ്ങൾ അനുഭവിക്കുന്നു. ദേവഭോഗം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല സുഖമായിട്ട് വസിക്കാം. മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പമൊന്നുമില്ല. ഈ ഭൂമിയിൽ വരുമ്പോഴാണ് കഷ്ടപ്പാടും താല്പര്യങ്ങളും അതിൻ്റെ പിന്നാലെ ഓടി നടക്കൽ. അവിടെ എത്തിയാൽ ശാശ്വതമാണ്. നല്ല സുഖനിദ്രയിൽ എന്തൊരു സുഖമാണ് എന്നാലോചിച്ച് നോക്കിയാൽ. എന്തെങ്കിലും അലമ്പുണ്ട, തൂക്കിക്കൊല്ലാൻ വിധിച്ചവനാണെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സുഖം. അതുവഴി അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് സുഖം കിട്ടുന്നത്. പിന്നെ കഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങോട്ട് വരും. എന്നിട്ട് എന്ത് പറയുന്നു? 21 അവൻ സ്വർഗത്തിൽ നിവസിച്ച് സുഖിച്ച് പുണ്യം തീരുമ്പോൾ, അവിടെ വെച്ച് സുഖിച്ച് പുണ്യം തീരുമ്പോൾ വിളിക്കും, ബാബാ ഇവിടെ വേറെ ജോലി ചെയ്യാനുണ്ട്. ജനിക്കേണ്ട സമയമായി. അപ്പം പിടിച്ചുകൊണ്ടാന്നിട്ട് ആദ്യം പുണ്യം നശിക്കുമ്പോൾ മനുഷ്യ ലോകത്തിലേക്ക് തന്നെ വരുന്നു. ഇങ്ങനെ വേദോക്ത ധർമ്മത്തെ ആശ്രയിച്ച് സുഖഭോഗങ്ങളെ ആശ്രയിക്കുന്നവർ ജനിച്ചും മരിച്ചും ഇരിക്കും. ഇങ്ങനെ വേദങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർ. അപ്പം വേദം എന്താണ്? ബ്രഹ്മത്തിലേക്ക് പോകേണ്ട കാര്യമൊന്നും വേദത്തിലില്ല. വേദം പ്യുവർ സയൻസ് ബുക്ക്. എങ്ങനെ ചെടി നടണം, എങ്ങനെ ആരോഗ്യത്തെ പരിപാലിക്കണം, ആയുർവേദം. രോഗത്തെ മറികടക്കാൻ യോഗയുണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. അതിലെല്ലാം ഉപയോഗിച്ചിട്ട് മനുഷ്യൻ എങ്ങനെ പുരോഗതി നേടാമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട്, അതായത് മോഡേൺ സയൻസ് ഒന്നും വിചാരിച്ചാലും കുഴപ്പമില്ല, എല്ലാം ജ്ഞാനം തന്നെയാണ്. മോഡേൺ സയൻസിലൂടെ, വേദങ്ങളിലൂടെ, മോഡേൺ സയൻസിലൂടെ കർമ്മങ്ങൾ ചെയ്ത് ലോക പുരോഗതിയായിട്ട് മരിക്കുന്നു, മുകളിൽ പോകുന്നു. ആ ജോലിയെല്ലാം തീരുമ്പം പിന്നെ ആദ്യ ഭൂമിയിലേക്ക് തിരിച്ചു വരും, അടുത്ത ജോലി ചെയ്യുക. ഒന്നേന്ന് പഠിച്ച് പിന്നെയും അടുത്ത ജോലി ചെയ്യും. ഇങ്ങനെ മരിച്ചും ജീവിച്ചു ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഏതിനെ ആശ്രയിക്കുന്നവർ? വേദങ്ങളെ ആശ്രയിക്കുന്നവർ. വേദം എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം വേദം പഠിച്ചുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാം വെറുതെ മിഥ്യാധാരണകളാണ്. ഇനി 22. ഇങ്ങനെ ഏകാഗ്രചിത്രനായി എന്നെ ചിന്തിച്ചു ഭജിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു. അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ആരെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും ഞാനാണ് വഹിക്കുന്നത്.
കാരണം എൻ്റെ ഇഷ്ടപ്രകാരമുള്ള കർമ്മമാണ് അവർ ചെയ്യുന്നത്. അവർ അത് അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കായിട്ട് വേണ്ടിക്കൊണ്ട് തന്നെ ചെയ്യുന്നു. ഇനി 23 അന്യദേവങ്ങളെ ശ്രദ്ധയോടുകൂടി പൂജിക്കുന്ന ഭക്തന്മാർ വിധിപൂർവമെല്ലാം എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. അന്യദേവതങ്ങളെ ആ ശ്രദ്ധയോടെ ഭജിക്കുന്നവർ. പക്ഷെ നമ്മളൊന്നും യഥാർത്ഥ ഈശ്വരനെ ഭജിക്കുന്നില്ല, ആ ബ്രഹ്മത്തെ ഭജിക്കുന്നില്ല. പിന്നെ നമ്മൾ ഭജിക്കുന്ന ആരാണ്? ഈ ദേവതകളെ. ഇതെല്ലാം ദേവതകളാണ്, കല്ലും മണ്ണും എല്ലാം. വേദത്തിൽ എന്തെല്ലാം പറയുന്നു അതെല്ലാം ദേവതകളാണ്. വീടി കുറ്റി ദേവതയാണ്. 23 പറയുന്നതാണ്. രാവിലെ തൊട്ട് അവനെ ഇരുന്നിട്ട് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കും, വീടി പിരിച്ചുകൊണ്ടിരിക്കും, നൂലും കെട്ടി അങ്ങനെ. അവൻ്റെ ദേവത അതാണ്. അതല്ലേ ആയുധ പൂജ. അല്ല, അവരവരുടെ ചിലവർ കൊല്ലന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ചൂടാക്കി അടിച്ചുകൊണ്ടേ. ദേവത എവിടെ എന്താണ്? അടിക്കുന്ന ഹാമറും തീയും എല്ലാം ദേവത. അപ്പോൾ ഓരോ ആളും ഓരോ ദേവതകളെ ആശ്രയിച്ചുകൊണ്ട് പോവുകയാണ്. റിയൽ എസ്റ്റേറ്റുകാരൻ സ്ഥലത്തിൻ്റെ പിന്നാലെ എവിടെ വില കുറഞ്ഞ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട്, വില കുറഞ്ഞ് കിട്ടുമെന്ന് നോക്കിയിട്ട് നടക്കും. രാവിലെ തൊട്ട് സ്ഥലം എവിടെയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കും. വേറെ അവൻ്റെ ദേവത എന്ന് പറയുന്നത് അതാണ്. പിന്നെ എല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുബേരൻ, എല്ലാം നമുക്ക് കുബേരനാവണം. അങ്ങനെ ഓരോ ദേവതകളെയും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഡോക്ടർമാരാണ് രോഗികൾ വരുന്നുണ്ടോ, കാരണം രോഗികളൊന്നും ഉണ്ടായി കിട്ടിയാൽ മതി എന്നാണ്. എവിടെയൊക്കെ എന്തട ഒരു രോഗികൾ വരുന്നില്ലേ വിചാരിക്കും. എന്തൊരു കഷ്ടം, ഒരൊറ്റ പകർച്ചവ്യാധിയും വരുന്നില്ലല്ലോ. അപ്പം അവൻ്റെ ദേവത ആരാണ്? പകർച്ചവ്യാധികളാണ്. പകർച്ചവ്യാധികളാണ്. എങ്കിലല്ലേ അവനെ ജീവിക്കാൻ രോഗികളെ കിട്ടും. അപ്പോൾ അവൻ പകർച്ചവ്യാധികളുടെ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പകർച്ചവ്യാധികൾ ഉണ്ടാകണേ, അതുകൊണ്ട് ഫോട്ടോ വീട്ടിൽ അവിടെയെല്ലാം ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചുമരമ്പൽ വെച്ചിട്ടുണ്ട്. ഹൃദയമെല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല നിങ്ങളുടെ ഹൃദയത്തിലെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് കുഴപ്പങ്ങൾ. ഇനി ആരാധിക്കാനാണ്. ശ്വാസം കിട്ടാത്തവനാണെങ്കിൽ ശ്വാസം കഴിക്കുന്ന പടയിൽ അടവിച്ചിരിക്കും. കാരണം ഇവരെയും നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്ന ദേവതകളെ വെച്ചിരിക്കുകയാണ് അവിടെ പൂജിക്കാൻ. ഇത് കണ്ടിട്ട് വേണം ആള് വരാൻ. അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെയല്ലാണോ, എന്നാൽ പിന്നെ ഈ ഡോക്ടറെ അടുത്ത് തന്നെ ഒന്ന് പോയി കളയാന്നെല്ലാം വെച്ചിട്ട്. കാരണം ഒരുമാതിരി അവസ്ഥയിലാണെന്ന് വരച്ചു വെക്കുക. കാലിനും മുട്ടിനെല്ലാം വീക്കുള്ള ഇങ്ങനെ വണ്ണമുള്ള ഇതെല്ലാം വെച്ചിട്ടാണ്. ടി വിയിലെല്ലാം പരസ്യം കാണുന്നില്ല. എനിക്ക് പണ്ട് നടക്കാൻ പറ്റും, ഇപ്പം ഞാൻ തുള്ളിച്ചാടുന്ന ആണ്ടാ. ഇതെല്ലാം ദേവതകളാണ്. പടത്തിൽ ഓരോ ദേവതകളെ പ്രതീക്ഷിക്കുക. അവരെ കണ്ടിട്ട് വേണം ഇങ്ങേരടുത്ത് വരാൻ. അപ്പം ഇങ്ങനെ വരട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പലതരത്തിലുള്ള ദേവതകളെയെല്ലാം ഇവരെയെല്ലാം ആശ്രയിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവർക്കും ഓരോ ദേവതകളുണ്ടാവും. അപ്പം അങ്ങനെ ഓരോ ദേവതകളെയും ശ്രദ്ധയോടുകൂടി പൂജിച്ച ഭക്തന്മാർ വിധിപൂർവമല്ലെങ്കിലും, അവർ വിധിപൂർവമൊന്നും അല്ല ചെയ്യുന്നത്, അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പരസ്യം കാണും. നിങ്ങൾ ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഹൃദയം, ഹാർട്ട് അല്ലെങ്കിൽ ഇത്ര വയസ്സാകുമ്പോൾ നിങ്ങളെ കിഡ്നി അല്ലെങ്കിൽ ലിവറെല്ലാം ഇങ്ങനെ ദ്രവിച്ച് പോകും. അതുകൊണ്ട് ഇന്ന മരുന്ന് വാങ്ങി കഴിക്കുക, വരുന്നതിനെ കട്ടി മുമ്പ് ഇന്ന വാങ്ങി കഴിക്കുക. വിധിപൂർവമൊന്നല്ല ചെയ്യുന്നത്, ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് പോകും, എനിക്കും ഉണ്ടോ ഈ അസുഖം, എന്നാൽ പിന്നെ ഒന്ന് ബോട്ടിൽ വാങ്ങി കഴിച്ച് കളയാം. അപ്പം ഇവരെല്ലാം ദേവതകളെയാണ് ഈ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവർ അതിനെയാണ്. പക്ഷെ അതൊന്നും വിധിപൂർവമല്ല. എന്നാലും അവർ എല്ലാം എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. കാരണം ഇതെല്ലാം ഇങ്ങനെയെല്ലാം തന്നെയാണ് ലോകത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി 24 സർവയജ്ഞങ്ങളെ അനുഭവിക്കുന്നതും
അവയ്ക്ക് ഫലം നൽകുന്നതും ഞാനാണ്. ഈ സർവകർമ്മങ്ങളുടെ പിന്നിലുള്ളതും ഞാനാണ്, സർവഫലങ്ങൾ അനുഭവിക്കുന്നതും ഞാനാണ്. ഈ കർമ്മമെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മളെ ആഗ്രഹത്തിന് വേണ്ടിയാണ്. ഇപ്പം പണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് കളക്കാനെല്ലാം റോഡ് നന്നാക്കാൻ പോകും, പണം കിട്ടാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ചെയ്ത് റോഡ് വെട്ടിക്കൊടുക്കുന്നത് ആർക്കാണ്? ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ആ പരമാത്മാവിനാണ്. പരമാത്മാവിന് ഇവിടെ ഒരു റോഡ് വെട്ടണം, എന്നിലൊരാഗ്രഹം ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ആ റോഡ് വെട്ടിക്കൊടുക്കുന്ന യഥാർത്ഥത്തിൽ ആ ശക്തിക്ക് വേണ്ടിയാണ്. പക്ഷേ എന്നെ ശരിയായി അവർ അറിയുന്നില്ല. എന്നാൽ ഇത് ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിന്ന് അവർ അറിയുന്നില്ല. അതിനാൽ ജനന മരണത്തെ ആവർത്തിക്കുന്നു. അവർക്ക് ജനന മരണം ഉണ്ടാവും. കാരണം അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണിത്. അവർ ചെയ്യുന്ന മാതിരിയായിട്ട് ധരിപ്പിച്ചിട്ട് അവരുടെ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നല്ലോണം പറ്റും. കാരണം അല്പബുദ്ധികളാണ്. ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്തോളും. ആഗ്രഹത്തിൻ്റെ പിന്നെ ആഗ്രഹം ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അവർ പിന്നെയും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചുകൊണ്ട് ഇരിക്കും. ദേവാര 25 ദേവാരാധകര് ദേവന്മാരെ പ്രാപിക്കുന്നു, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു, ഭൂതങ്ങളെ പൂജിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു, എന്നെ ഭജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു. അത് വേദത്തിലുള്ള ഒരു വാക്കാണ്. നമ്മളെല്ലാം ഓരോ ചിന്താഗതി വെച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെ ലോകമായിട്ട് അത് മാറും. നമുക്കിപ്പോൾ വേദത്തെ പറഞ്ഞ വാക്ക് തന്നെ പറയുകയാണ്, എനിക്ക് കുറേ ഫ്രണ്ട്സും എല്ലായിട്ട് സാഗരിക്ക് പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ടാവും. എനിക്ക് തിന്നു കുടിച്ച് അങ്ങനെ നടക്കേണ്ടതാണെങ്കിൽ ഞാൻ ഹോട്ടൽ ഉണ്ടാക്കും. ഞാൻ കാണുന്നിടത്ത് നോക്കുന്നിടത്തല്ലേ എനിക്ക് ഹോട്ടലാണ് കാണുക. ഈ പലഹാരങ്ങളല്ലേ ശ്രദ്ധയുള്ളൂ. കള്ളു കുടിക്കുന്നവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കള്ള് ഷോപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വീടിയുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. എല്ലാ ദിവസത്തിനോട് കള്ള് ഷോപ്പിന് തൊട്ട വീട്ടിൻ്റെ അപ്പുറം ഉണ്ടാവും. എനിക്കറിയില്ല എവിടെയാണ് ഉള്ളതെന്ന് പറയില്ല. കാരണം അവനതിന് താല്പര്യമില്ല. അപ്പം ഏത് ദേവതകളെയാണോ ഭജിക്കുന്നത് അവൻ്റെ ദേവതകളെ അവൻ്റെ മുമ്പിൽ എപ്പോഴും കൊണ്ടിട്ട് കൊടുക്കും. അവരെ പ്രാപിക്കും. അത് മോക്ഷം ആഗ്രഹിച്ചു പോവുകയാണെങ്കിൽ അവന് മോക്ഷം. ഇപ്പോൾ ചിലവർക്ക് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ എവിടെ ആത്മീയ പ്രഭാഷണമുണ്ട്, ഇന്ന് അമ്പലത്തിലുണ്ട്, ഇന്ന് അമ്പലത്തിൽ പിന്നെ രാവിലെ ഉടുത്തൊരുങ്ങി അവിടെ പോയി ഉച്ചക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് വരും. ഇങ്ങനെയെല്ലാം ഓരോ ചിന്തയാണെങ്കിൽ അതുമായി കിട്ടും. അവരുടെ ലോകം അതായിത്തീരും. ആ ദേവതകളെ അവർ ആ ദേവതയായിട്ടൊക്കെ ചേർന്ന് പോകും. ഇപ്പം ഗീതാ പ്രഭാഷണം കേൾക്കണം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കും, ഇന്നടുത്ത് ഗീതാ പ്രഭാഷണം ഉണ്ട്. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ എൻ്റെ മീറ്റിംഗ് ഇന്നടുത്ത് നേതാവ് വരുന്നുണ്ട്, അവിടത്തേക്ക് പോകും രാവിലെ എണീച്ച ഉടനെ. അപ്പം ഈ ദേവാരാധകർ ആരെയാണോ ആരാധിക്കുന്നത് അവരെ പ്രാപിക്കും. തിന്നുകുടിച്ച് ജീവിക്കണം എന്ന് പറയുന്നത് തിന്നുകുടിച്ചതിൻ്റെ പിന്നാലെ പോകും. വേദം തന്നെ പറഞ്ഞാണ്, സ്ത്രീകളെ വേണമെന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടം വരെ സ്ത്രീകളെ കിട്ടുന്നു. അത് വേദത്തിൽ കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ചത്, ഓരോ വില്ലന്മാരെല്ലാം എല്ലാ നാട്ടിലും പെണ്ണ് കെട്ടിയിരിക്കുന്നു. എന്നാൽ ചില കക്ഷിയൊക്കെ ഒരു പെണ്ണിനെ കിട്ടാൻ തന്നെ എത്ര പാടാണ്. കാണാനെല്ലാം നല്ല സുന്ദരനായിരിക്കും, നല്ല ജോലി ഉണ്ടാകും, പക്ഷെ ഒരു പെണ്ണ് കിട്ടുന്നില്ല. എന്താ കല്യാണം കഴിക്കാതെ അന്വേഷിച്ച് ഒന്നും ശരിയാകുന്നില്ല, ഒക്കുന്നില്ല. എന്നാൽ ഒരു ചുക്കും ഇല്ലാതെ നാട്ടിൽ മുഴുവൻ പെണ്ണ് കെട്ടിയിട്ടുണ്ടാകും. ഭാര്യമാർ എത്രയോ ഭാര്യമാർ അവിടെ ഇവിടെയല്ല. പോലീസ് പിടിക്കുമ്പോഴാണ് പിന്നെ ഇതെല്ലാം അറിയുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? കാരണം അവൻ്റെ ചിന്താഗതി ഓരോ ദേവതകളെയാണ് അവൻ ആരാധിക്കുന്നത്. ആ ദേവതയിൽ അവൻ പോയി എത്തും. ഇതെല്ലാം ദേവതകളാണ്. പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നവൻ പണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടും. പണം നോക്കിയാൽ കിട്ടും. റിയൽ എസ്റ്റേറ്റ് വേണ്ടവന് നോക്കുന്നിടത്തെല്ലാം സ്ഥലമായിരിക്കും. പോകുമ്പോൾ എല്ലാം നോക്കുന്ന ശ്രദ്ധ വരുന്നത് എവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമുണ്ട്. അത് സിറ്റിയിലൊന്നും പോയില്ല, വേറെ എവിടെയെങ്കിലും ദൂരത്ത് പോയിട്ട് ഇത് കൊള്ളാം. മറ്റേ ഒരു സിനിമയിൽ ഇന്ദ്രൻസ് CID മറ്റേ ഇതിൽ ഈ കട്ട കൊള്ളാം എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ തന്നെ. ഇനി 26
പത്രം, പുഷ്പം, ഫലം, ജലം ഇവ ഭക്തിയോടെ എന്നേക്ക് നിവേദിക്കുന്ന ഏകാഗ്രയും ഏകാഗ്രചിത്തനായി എന്നിൽ അർപ്പിച്ചാൽ ആ ഭക്തി പൂർവമായ വഴിപാടിനെ ഞാൻ കൈകൊള്ളുന്നു. അപ്പം പത്രം, പുഷ്പം, ഫലം, ജലം എന്നിവ ഭക്തിയോടെ എനിക്ക് നിവേദിക്കുന്നവർ ഏകാഗ്രചിത്തരായി ആ ഭക്തിപൂർവം നിവേദിക്കുന്നവർ അത് നിവേദിച്ചാൽ ആ വഴിപാടുകൾ എന്നെ കൈകൊള്ളും എന്ന് പറഞ്ഞാൽ പത്രം, പുഷ്പം, ഫലം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതെടുത്തിട്ട് ഈശ്വരന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം ചെടിയായി വരും, ഇലയാളായിട്ട് വരും, പിന്നെ ഇലയിൽ നിന്ന് പൂക്കുന്ന അവസ്ഥയുണ്ടാകും, പൂക്കുന്ന അവസ്ഥ കായായിട്ട് മാറും. ഇതിനെല്ലാം ജലം ആവശ്യമുള്ളൂ. ഈ ധർമ്മങ്ങളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ധർമ്മങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ, അതായത് നമ്മുടെ കർമ്മം മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ ആ ശക്തിക്കായിട്ട് അർപ്പിച്ചാൽ അത് ഞാൻ കൈകൊള്ളും. അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തുടക്കം മുതൽ ഫലം നേടുന്നത് വരെ എനിക്കായി അർപ്പിക്കണം. അത് ഞാൻ കൈകൊള്ളും. എനിക്കായി അർപ്പിച്ചത് ഭക്തിയോടുകൂടി. അല്ലാതെ നല്ല നിലയിലൊന്നും ചെയ്തില്ല എങ്കിൽ അത് സ്വീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ ശമ്പളവും വാങ്ങി റോഡ് വെട്ടാൻ പോകുമ്പോൾ കള്ളപ്പണി എല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അർപ്പിച്ചാൽ അത് ആ ശക്തിയിലേക്ക് എത്തില്ല. നമ്മളെ ജോലി തന്നെയാണ് ശരി. എന്നാൽ പൈസയും വാങ്ങിയിട്ട് റോഡ് വെട്ടിയല്ലേ, റോഡ് വെട്ടിയ അവിടെ ഇവിടെയെല്ലാം ഒന്ന് കുഴിച്ച് വലിയ കുഴിയൊന്നും കുഴിക്കാതെ ഒന്ന് ലെവലാക്കി ആ റോഡെല്ലാം കാണുമ്പോൾ നല്ല പുറത്ത് ഭംഗിയാക്കി കിട്ടും. അതൊന്നും എന്നെ ഏൽക്കില്ല. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കർമ്മങ്ങൾ ഭക്തിയോടുകൂടി ഏകാഗ്രമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം എന്നിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഇനി 27. അർജുന, നീ എന്തൊന്നു ചെയ്യുന്നുവോ, എന്തൊന്നു ഭക്ഷിക്കുന്നുവോ, എന്തൊന്നു ഹോമിക്കുന്നുവോ, ഏതൊന്നു നൽകുന്നുവോ, ഏതൊരു തപസ് ചെയ്യുന്നുവോ അതൊക്കെയും എന്നിൽ സമർപ്പിച്ചാലും. അപ്പം നീ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ഭക്ഷിക്കുന്നുണ്ടെങ്കിലും അത് എനിക്കായിട്ട് എന്തെങ്കിലും ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അർപ്പിക്കുക. നമ്മളെ ജ്ഞാനം വേണമെങ്കിൽ ലോക നന്മക്കായിട്ട് അർപ്പിക്കാം, ആ ശക്തിക്കായിട്ട് അർപ്പിക്കാം. എന്തൊന്നും ചെയ്യുന്നുവോ അതൊക്കെ ആർക്കായിട്ട് ചെയ്യണം? എനിക്കായിട്ട് ചെയ്യണം. നീ എന്താണോ ചെയ്യുന്നത്, എന്ത് ചെയ്തോ ആയിക്കോട്ടെ, നീ ഭക്ഷിക്കുന്ന തന്നെ ആവട്ടെ, ഭക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടി. ഞാൻ ഉള്ളിലിരിക്കുകയല്ലേ, എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം കഴിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയിട്ട് മദ്യം കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞാനും അവിടെ കിടന്നിട്ട് മദ്യം കഴിച്ചിട്ട് ഞാനും അതുമാതിരിയാണ് കഴിക്കുക. ഞാൻ ഉള്ളിൽ കിടക്കുന്നത് എനിക്കായിട്ട് അർപ്പിക്കണം. അപ്പം എനിക്കായിട്ട് മദ്യം കൊണ്ട് കൊടുക്കുക. ഞാൻ എനിക്കായിട്ട് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിന്, എൻ്റെ ഉള്ളിലുള്ള ശരീരത്തിന്, ആത്മാവിനും ശരീരത്തിന് ഭക്ഷിക്കുന്നതിനാണ് ഈ ശരീരം ആക്റ്റീവ് ആകാനുള്ള. അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കണം. ആ തരത്തിൽ എനിക്കായിട്ട് ചിന്തിച്ചിട്ട് കൊണ്ട് ചെയ്യണം. അല്ലാതെ എനിക്കൊരു വായിക്ക് രുചിക്ക് വേണ്ടിയിട്ട് തിന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കല്ല. അപ്പം നേരത്തെ പറഞ്ഞ ആദ്യം തൊട്ട് അവസാനം വരെ ഏത് കർമ്മമായാലും എനിക്കായിക്കൊണ്ട് അർപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കും. എങ്ങനെ അർപ്പിക്കണം? ഭക്തിയോടുകൂടി ഏകാഗ്രചിത്തനായിട്ട് കർമ്മമനുഷ്ഠിക്കണം. അല്ലാതെ കാട്ടിക്കൂട്ടിയിട്ട് നൽകിയാലൊന്നും ഞാൻ സ്വീകരിക്കില്ല. അതിനുള്ള ഫൈനും കിട്ടും. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ റോഡെല്ലാം പൊളിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം പ്രക്ഷോഭം നടത്തും. പിന്നെ കോൺട്രാക്ടറെ അറസ്റ്റ് ചെയ്യെല്ലാം ചെയ്യും. കെട്ടിടമെല്ലാം തകർന്നു വീണിട്ട് കോൺട്രാക്ടർമാർ അറസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ?
അപ്പം അതൊന്നും ഞാൻ സ്വീകരിക്കില്ല. അങ്ങനത്തെ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ചെയ്യുന്നത് ഭക്തിയോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുക. ഇനി 28, ഇങ്ങനെ ചെയ്താൽ പുണ്യപാപങ്ങൾ നൽകുന്ന കർമ്മബന്ധത്തിൽ നിന്നും നീ അകപ്പെടില്ല. ഇങ്ങനെ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന കഴിവിനനുസരിച്ച് എനിക്കല്ലാതെ ആ ശക്തിക്കായി ലോക നന്മക്കായി ചെയ്തു കഴിഞ്ഞാൽ അതിൽ പാപം പുണ്യവുമില്ല. അത് എന്ത് പാപമുള്ള കർമ്മ പുണ്യായാലും നീ ബന്ധങ്ങളിലൊന്നും അകപ്പെടില്ല, കർമ്മബന്ധത്തിൽ അകപ്പെടില്ല. കർമ്മബന്ധത്തിൽ അകപ്പെടുന്നത് എന്താണ്? എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ വേണ്ടവർക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്യുമ്പോഴാണ് ബന്ധനങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ആ ശക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പിന്നെ ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ആയി മാറണം. എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ന ചിന്തയെല്ലാം മാറ്റി എല്ലാം ലോക പുരോഗതിക്കായിട്ട് ചെയ്യുക. അത് ചെയ്താൽ എന്തില്ല? പാപവുമില്ല, പുണ്യമില്ല. കാരണം അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മത്തിന് നമുക്കെന്താ പാപമുള്ള? ഒരു പാപവുമില്ല. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, ഭക്തിയോടുകൂടി ചെയ്യണം. അതായത് ആത്മാർത്ഥമായി ചെയ്യണം. അപ്പം നീ ബന്ധനങ്ങളിൽ അകപ്പെടില്ല. 29, ഞാൻ ഭൂതങ്ങളിലെല്ലാം സമഭാവത്തോടെയാണ് വർത്തിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആ ഈശ്വരൻ എല്ലാ ഭൂതങ്ങളിലും സമഭാവനയോടെയാണ് വർത്തിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തെ ചില ഗ്രന്ഥങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്. ദൈവം വരും, ദൈവം വന്നിട്ട് ഒരു പക്ഷത്തെ കൂട്ട് പിടിക്കും. ഞാൻ നിൻ്റെ ആളാണ്, മറ്റൊരാൾ പോയി വെട്ടണം, അവനെ പോയി തട്ടണം എന്നെല്ലാം പറയുന്ന കാര്യത്തിൽ ഇവിടെ കൃഷ്ണൻ വെട്ടാൻ പറയുന്നുണ്ട്. കൃഷ്ണൻ വെട്ടാൻ പറയുന്നത് അധർമ്മികളെ ഇല്ലാതാക്കിയിട്ട് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അധർമ്മികളെയാണ്, അല്ലാതെ എൻ്റെ ആള് നിൻ്റെ ആള് എന്നൊന്നുമില്ല. ഇവിടെ ബന്ധങ്ങൾ പാടില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എനിക്കാരുമായിട്ട് ബന്ധമൊന്നുമില്ല, എനിക്ക് ശത്രുവുമില്ല, ഇഷ്ടനുമില്ല എന്ന് പറയുകയാണ്. അപ്പം ഞാൻ ഭൂതങ്ങളിലെല്ലാം സമഭാവത്തോടെ വർത്തിക്കുന്നു, എനിക്ക് ശത്രുവുമില്ല, ഇഷ്ടക്കാരനുമില്ല. ദൈവത്തിന് അങ്ങനെ ആരും ഇഷ്ടക്കാരനൊന്നുമില്ല, ശത്രുവുമില്ല, മിത്രവുമില്ല, ഒന്നുമില്ല, ഫ്രണ്ടും ഇല്ല. ഈ അർജുനനോട് ഇത് പറയുന്ന തന്നെ അർജുനന് ഫ്രണ്ട് കൂട്ടുകാരനെല്ലാം തന്നെ. പക്ഷെ എന്തുകൊണ്ടാണ് അർജുന ഇത് ചെയ്യാൻ ബാധ്യസ്ഥമാണ്? അതുകൊണ്ടാണ് അർജുനൻ്റെ അടുത്ത് പറയുന്നത്. അല്ല ദുര്യോധന അർജുനെ കൊല്ലാണ്ടാണ് വിധിയെങ്കിൽ ദുര്യോധനൻ്റെ അടുത്ത് പോയിട്ട് അവർ ചെയ്തല്ല ഉപദേശിക്കുക. ഇപ്പൊ ധർമ്മ ഈ ഭാഗത്താണ്, ഈ ഭാഗത്തുള്ള ധർമ്മമാണ് സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ടാണ് വന്നത്, അല്ലാതെ അവിടെ ബന്ധം നോക്കിയിട്ടൊന്നുമല്ല. അവിടെ എനിക്ക് ശത്രുവില്ല, ഇഷ്ടമില്ല, നീ വലിയ ശത്രുവാണോ മിത്രമാണെന്നൊന്നും, അവർ ശത്രുവാണോ, ഭീഷ്മർ ശത്രുവായതുകൊണ്ടൊന്നുമല്ല, എനിക്കവരുടെ ശത്രുവൊന്നുമല്ല. നീ മിത്രമായിട്ട് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എനിക്ക് ശത്രുവില്ല, മിത്രവുമില്ല. ഞാൻ എൻ്റെ കർമ്മം സമഭാവത്തോടെ ചെയ്യുന്നു. അപ്പം പണ്ടെല്ലാം ചില ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചാൽ അങ്ങനെയാണ്, എല്ലാത്തിലും കാണാം. ഒരു വിഭാഗത്തെ പിടിക്കും, ഈശ്വരൻ വന്നിട്ട് ഒരു ഭാഗത്തെ പിടിച്ചിട്ട് മറ്റവന്മാരെ പെരടിക്ക് കയറലാണ് പരിപാടി. എനിക്ക് ശത്രുവുമില്ല, ഇഷ്ടനുമില്ല. എന്നാൽ ഭക്തിയോടെ ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലുമുണ്ട്. ഭക്തിയോടെ എന്ന് പറഞ്ഞാൽ ലോക നന്മക്കായിട്ട് എന്തൊരു കർമ്മത്തിനാണോ ജനിപ്പിച്ചത് ആ കർമ്മം ചെയ്യുന്നവർക്ക് അവരിൽ ഞാനുമുണ്ട്, ഞാൻ അവരിലുമുണ്ട്. അവർ എന്നിലുമുണ്ട്, ഞാൻ അവരിലും ഉണ്ട്. ഏത് ദുരാചാരി 30 ഏത് ദുരാചാരിയും എന്നെ ഏകാഗ്രചിത്തനായി ഭജിച്ചാൽ അവൻ്റെ ശിഷ്യനായി ഞാൻ കരുതും. എത്ര ഞാനാരും ദുരാചാരി പാപിയാണ്, അവൻ കൊലയാളിയാണ്, അതൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്കതിലൊന്നും താല്പര്യമില്ല. അവനും കൊലയാളിയാകട്ടെ എന്തോ ആകട്ടെ, അവൻ എന്നെ ഭജിച്ചാൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏൽപ്പിച്ച കർമ്മം ചെയ്താൽ, എനിക്കായിക്കൊണ്ട് ആ കർമ്മം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അവൻ ശിഷ്യനായി മാറും, എൻ്റെ ശിഷ്യനാണ് അവൻ. അപ്പം ആള് എത്ര തല്ലിപ്പൊളി കള്ളുകുടിയുടെ എല്ലാ ദൂർത്തുമായാലും അവൻ ചെയ്യേണ്ട, അവനെ ഏൽപ്പിച്ച കർമ്മം
ഭംഗിയായിട്ട് അവനത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എൻ്റെ ശിഷ്യനാണ്. എന്നിട്ട് 31 എന്ന് പറയുന്നു, അവൻ വേഗത്തിൽ ധർമാനുവർത്തിയായി തീരും. അവൻ ക്രമത്തിൽ പിന്നെ എന്നെ ആശ്രയിക്കുന്നവൻ മുമ്പ് പാപി എന്തോ ആയിക്കോട്ടെ, അവനെന്തായിത്തീരും? ധർമ്മത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്നവനായിത്തീരും. ശാശ്വത ശാന്തി നേടും, അവന് ശാന്തി ലഭിക്കും. കർമ്മം ചെയ്യണ്ടെങ്കിൽ, ശാന്തി ലഭിക്കണ്ടെങ്കിൽ എനിക്കായി കർമ്മം ചെയ്യാൻ പഠിക്കുക. എൻ്റെ ഭക്തന് നാശമില്ല. അങ്ങനെയുള്ള ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കില്ല. അപ്പോൾ എപ്പോഴും എന്തെല്ലോ കുറ്റങ്ങളോ കുറവുകളോ എല്ലാം ഉണ്ടെങ്കിലും ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള കാലത്ത് ആ ശക്തിക്ക് വേണ്ടി, ആ ശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുന്ന ശക്തി തന്നെയാണ്. അതിനാണ് കർമ്മം ചെയ്യേണ്ടത്. ലോക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അത് ശ്രമിക്കുന്നത്. അപ്പം അതിന് കർമ്മം ചെയ്താൽ അവന് നാശമില്ല. ഇനി 32, സ്ത്രീയാകട്ടെ, വൈശ്യരാകട്ടെ, ശൂദ്രരാകട്ടെ, നീചകുലത്തിൽ ജനിച്ചവരെ ആരായാലും എന്നെ പ്രവർത്തിച്ചാൽ പരമഗതി പ്രാപിക്കും. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം ആർക്കാ കിട്ടുക? സ്ത്രീകൾക്കും കിട്ടാം, ഏത് നീചകുലത്തിൽ ജനിച്ചവനായാലും ബ്രഹ്മസാക്ഷാത്കാരം കിട്ടാം. അതിന് പിന്നെ ഇതൊന്നുമില്ല. കാരണം എത്ര താഴെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവനായാലും നിസ്വാർത്ഥ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും. കാരണം അവരെല്ലാം ഓരോ കർമ്മം ചെയ്യാനായിട്ട് നിശ്ചയിച്ചാണ്. അപ്പോൾ 32 പറയുന്നു, അപ്പോൾ പുണ്യവാന്മാരായ ബ്രാഹ്മണരോ രാജർഷിമാരോ അങ്ങനെ ചെയ്താൽ പിന്നെ അവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നല്ല ജ്ഞാനെല്ലാം തികഞ്ഞവര്, ഋഷികളെ പോലെയുള്ളവരെല്ലാം ഇത്തരത്തിൽ നിസ്വാർത്ഥ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടൂല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അവർക്ക് ശരിയായിട്ട് കിട്ടും. കാരണം ജ്ഞാനത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. മറ്റവരെല്ലാം ആ ജ്ഞാനം നേടിയിട്ടല്ല വരുന്നത്. സ്വയം ഒരു നിസ്വാർത്ഥ ചെയ്യാം എന്നുള്ള ബോധത്തോടു കൂടി വരുമ്പോഴാണ് അവർക്കത് കിട്ടുക. പക്ഷെ അവർക്ക് ആ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും എല്ലാം അങ്ങനെ ചിന്തിക്കാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും. പക്ഷെ അതിലും വല്ലവരും ഇതിലെല്ലാം മാറി നിന്നുകൊണ്ട് നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അതിന് ഇന്ന കാറ്റഗറി ഒന്നുമില്ല. ലോകത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായ മനുഷ്യർ എല്ലായിടത്തുമുണ്ട്. പക്ഷെ അതിൽ ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റും. എന്നിട്ട് 33, എന്നിൽ മനസ്സ് വെച്ച് ഭക്തിയോടുകൂടി എന്നെ പൂജിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. ഇങ്ങനെ എന്നെ തന്നെ വിചാരിച്ച് മനസ്സ് എന്നിൽ ഉറപ്പിക്കുന്നവർ എന്നെ പ്രാപിക്കും. എന്നിൽ മനസ്സ് വെച്ചു. അപ്പം നമ്മൾ കർമ്മങ്ങൾ, ഇതാണ് അവസാനം പറയുന്നത്. എന്നെ തന്നെ മനസ്സ്, ഇങ്ങനെയൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അതിനുവേണ്ടി കർമ്മം ചെയ്തുകൊണ്ടാണ് ലോക പുരോഗതിക്കായിട്ട്. അപ്പം എന്നിൽ മനസ്സ് വെച്ച് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിൽ വെച്ച് ഭക്തിയോടുകൂടി, കാരണം നമ്മൾ ചെയ്യുന്നത് അത് എന്നെ സൃഷ്ടിച്ച ഈ ജോലി ചെയ്യാനാണെങ്കിൽ എന്നാ തോന്നുന്ന മാതിരി അങ്ങ് ചെയ്തു കൊടുത്തേക്കാം. അങ്ങനെയല്ല, നല്ല ഭക്തിയോടുകൂടി ആ കർമ്മം ചെയ്യണം. എന്ത് കർമ്മം? ഭക്തി എന്ന് പറഞ്ഞാൽ ഈ പൂജ നടത്തലൊന്നുമല്ല. നമ്മളെ കർമ്മം ഭംഗിയായി ചെയ്തു കൊടുക്കുക, എന്നെ പൂജിക്കുകയും, അതായത് അതിനു വേണ്ടി ജീവിതം മാറ്റി വെക്കുക. എന്നിട്ടോ എന്നെ നമസ്കരിക്കണം, അതിനെ ഭയന്നേ പറ്റൂ. ഇങ്ങനെ എന്നെ തന്നെ വിചാരിച്ച് മനസ്സിന് എന്നിൽ ഉറപ്പിക്കുന്നവർ എന്നെ പ്രാപിക്കും. അങ്ങനെ ജീവിക്കണം. എങ്കിൽ നീ എന്നെ തന്നെ പ്രാപിച്ചോളും. പിന്നെ വേറെ വഴിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, സന്യസിക്കാൻ നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല.